ഓക്കെ. സ്റ്റാർട്ട് ചെയ്താലോ? ഇന്നലെ സെഷൻ എടുക്കാൻ പറ്റിയില്ല. ഇന്നലെ വൈകിട്ടായപ്പോഴേക്കും ഭയങ്കര തലവേദനയൊക്കെ ആയിട്ട് എനിക്ക് സെഷൻ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇന്നലെ സെഷൻ ഉണ്ടാവാതിരുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഒരു ദിവസം പോലും നമ്മൾ മുടങ്ങാതെ പോകുന്നൊക്കെ. അപ്പോഴേക്കും തലവേദന പിടിച്ചു. അപ്പം ദാറ്റ് ഈസ് വൈ ഇന്നലെ എടുക്കാൻ സോറി. സോ ഇന്ന് നമുക്ക് പോവാം. ഐ എം ബെറ്റർ ടുഡേ. അത് ഇന്നലെ രാത്രി ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും ഐ വാസ് ഗുഡ്. വന്ന് കിടന്നുറങ്ങിയ സമയം. ഓക്കെ. സോ താങ്ക് യു ഫോർ ആസ്കിങ്. ആൻഡ് ഓക്കെ. സോ ബേസിക്കലി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീക്രട്ട് മൗണ്ടൈന്റെ 7th ഡേ ആണ് അല്ലെ. 7ാമത്തെ ദിവസത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് 2 ടെക്നിക്സ് ആണ്. ഒന്ന് ഇപ്പൊ നമ്മൾ ഒരുപാട് ടെക്നിക്സ്, മേജർ ടെക്നിക്സിലൊക്കെ കുറെ കഴിഞ്ഞു. ഇത് നമ്മൾ ചെറിയ പക്ഷെ ചില ഏരിയകളിലേക്കുള്ള ഒരു സ്പെസിഫിസിറ്റി ആയിട്ടുള്ള ഫാൾസ് ഐഡന്റിറ്റിയിലെ നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നോക്കുന്നത് ഫംഗ്ഷൻ ആൻഡ് മാൻഡേറ്റ്. ഓക്കെ, ഫംഗ്ഷൻ ആൻഡ് മാൻഡേറ്റ് എന്ന് പറയുന്ന ടെക്നിക്കുകളാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ മേജർ ആയിട്ട് നോക്കുന്നത്. അപ്പൊ ഈ ഫംഗ്ഷൻ ആൻഡ് മാൻഡേറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയോ അല്ലെങ്കിൽ ഏതൊരു സാധനം പറ്റി ഒരു പർട്ടിക്കുലർ ഒരു 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 ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെയുള്ള അല്ലെങ്കിൽ ഒരു ബോഡി പോലെയുള്ള ഒരു ഓർഗൻ പോലെയുള്ള സാധനങ്ങളൊക്കെ, ഓക്കെ, ഇങ്ങനെയുള്ള സാധനങ്ങളുടെ അതിന്റെ ബേസിക് ഫംഗ്ഷൻ നമുക്ക് ചിന്തിക്കുമ്പോൾ ആലോചിക്കാൻ പറ്റും. ഇത് ഇന്ന സാധനങ്ങൾ എന്തൊക്കെയായിരിക്കും ചെയ്യുക, അതിന്റെ ഫംഗ്ഷനും ആ ഓപ്ഷൻസിൽ വരുന്ന സാധനവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇപ്പം CBI എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ, ഈ CBIക്ക് കുറച്ച് ഫംഗ്ഷൻസ് ആൻഡ് മാൻഡേറ്റ് ഉണ്ടാവും. എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ CBIയുടെ അല്ലെങ്കിൽ CBI എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫംഗ്ഷനുമായിട്ട് മാച്ച് വരാത്ത സ്റ്റേറ്റ്മെന്റുകൾ എല്ലാം എന്തായിരിക്കും? റോങ് ആയിരിക്കും. ആ രീതിയിൽ നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നതിനെയാണ് ഫംഗ്ഷൻ ആൻഡ് മാൻഡേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷനോ ഒരു ബോഡിയോ എന്തെങ്കിലും ഒരു സ്ട്രക്ചറിന്റെയോ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ആ ബോഡി ഇന്നത് ചെയ്തു എന്ന് പറയുമ്പം ഈ പർട്ടിക്കുലർ ബോഡിക്ക് ഇന്നത് ചെയ്യാനുള്ള പവർ ഉണ്ടോ? ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഫിനാൻസ് കമ്മീഷൻ ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു എലക്ഷൻ കണ്ടക്ട് ചെയ്തു എന്നും പറയുന്നത് ഒരു വെറുതെ പൊട്ട എക്സാമ്പിൾ ആണ്. പക്ഷെ ഒരു എലക്ഷൻ കണ്ടക്ട് എന്ന് വിചാരിക്കുക. അപ്പം ഇവിടെ സംഭവം എന്താ ചെയ്യാൻ പറ്റും? എലക്ഷൻ ഫിനാൻസ് കമ്മീഷൻ നടത്താൻ പറ്റില്ലല്ലോ എന്നുള്ളതാണ് ഇവിടുത്തെ ഫംഗ്ഷൻ മാൻഡേറ്റിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതായത് ഫിനാൻസ് കമ്മീഷന്റെ ഫംഗ്ഷൻ എന്തല്ല, ഇതല്ല. അപ്പൊ ഫംഗ്ഷൻ മാൻഡേറ്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു ബോഡിക്ക് ആ ബോഡീൻ്റെതായിട്ടുള്ള കുറച്ച് ഫങ്ഷൻസ് ഉണ്ടാവും. ആ ഫങ്ഷൻസിൽ എന്തെങ്കിലും കോൺട്രാഡിക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? തെറ്റായിരിക്കും. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് സ്റ്റേറ്റ്മെന്റുകളെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. അത് ഓരോ വർഷവും ഒരു 2-3 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പർട്ടിക്കുലർ രീതിയിലുള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻസ് എണ്ണം കുറവാണ്. 2-3 ക്വസ്റ്റ്യൻസ്, 3-4 ക്വസ്റ്റ്യൻസ് ആ രീതിയിലാണ് വരുന്നത്. മറ്റ് എലിമിനേഷൻ ടെക്നിക്ക് പോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറില്ല. എങ്കിൽ പോലും 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എലിമിനേറ്റ് ചെയ്ത് ആൻസറിലേക്ക് കിട്ടുകയും ചെയ്യും. അപ്പം അങ്ങനത്തെ ഒരു ടെക്നിക്കാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പൊ ഓരോ ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് പോയി നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻസ് വായിക്കുക. ഉത്തരം ഞാൻ പറയാതെ നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ട. അതേപോലെ തന്നെ നിങ്ങളൊന്ന് വായിച്ചു കഴിയുമ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും? ഐ വിൽ റീഡ് ഇറ്റ് അഗെയിൻ, ദെൻ വി വിൽ ഡിസ്കസ് ദി ആൻസർ. അപ്പൊ ആൻസറിലേക്ക് ചാടിക്കറി പറയണ്ട. ചോദിച്ചതിന് ശേഷം മാത്രമേ ആൻസർ ടൈപ്പ് ചെയ്യാവുള്ളൂ. എല്ലാവരും ഇൻഡിപെൻഡന്റ് ആയിട്ട് വായിക്കാൻ വേണ്ടിയിട്ടാണ്. സോ വിൽ സ്റ്റാർട്ട് ഫ്രം ദിസ് ക്വസ്റ്റ്യൻ. സോ എല്ലാവരും എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രോപ്പർ ആയിട്ട് വായിക്കുക. അപ്പം വളരെ കൃത്യമായിട്ട് ഓരോ സെന്റൻസും ഒബ്സർവ് ചെയ്തിട്ട് വേണം സെന്റൻസ് വായിക്കാൻ. ഉത്തരം കണ്ടെത്തലല്ല നമ്മൾ ഉദ്ദേശം. നിങ്ങൾ ആദ്യം തന്നെ ഉത്തരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കരുത്. എല്ലാം എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലായിരിക്കണം മൈൻഡ് സെറ്റ്. ഇപ്പോൾ ഒരു ദിവസം ഗ്യാപ്പ് വന്നുകൊണ്ട് നിങ്ങൾ വീണ്ടും അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ചിന്തിക്കരുത്. എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസിന്റെ ഉത്തരം കണ്ടെത്തരുത്. ഇപ്പൊ എയോ ബിയോ സിയോ ഡിയോ ഇതൊന്നും നിങ്ങളുടെ പ്രശ്നങ്ങളല്ല. നിങ്ങൾ പ്രശ്നം ഇതിനകത്ത് എന്തൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എ ആയാലും ബി ആയാലും ഒന്നും നമുക്ക് പ്രശ്നമില്ല. എന്തൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും ആ ഒരു കോൺസെൻട്രേഷൻ കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും ചെയ്യുമ്പം ഇതേ ടെക്നിക്ക് നിങ്ങൾ അവിടെ യൂസ് ചെയ്യണം കേട്ടോ. ഇവിടെ മാത്രം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഗുണം ഉണ്ടാവില്ല. നിങ്ങൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലൂടെ ചെയ്യണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓൺലൈനിൽ ചെയ്തിട്ട് മാത്രമേ കാര്യമുള്ളൂ. കാരണം നമുക്ക് ആ ഗ്യാപ്പ് ഒരു ക്ലാസ് ആയിട്ട് ഇതിനെ കാണരുത്. ഒരു പ്രാക്ടീസ് സെഷൻ ആയിട്ട് മാത്രമേ കാണാവുള്ളൂ കേട്ടോ. അങ്ങനെ നിങ്ങൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്ലൈ ചെയ്ത് നോക്കിയായിരുന്നോ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മളിങ്ങനെ ടെക്നിക്സ് ഒക്കെ അപ്ലൈ ചെയ്ത് നോക്കുന്നുണ്ടോ? അത് വർക്ക് ആവുന്നുണ്ടോ? ഒന്ന് പറയാവോ? ഓക്കെ, നോക്കുന്നുണ്ട്. വർക്ക് ആവുന്നുണ്ടോ? ഓക്കെ, യൂസ്ഫുൾ ആവുന്നുണ്ട് അല്ലെ? ഒരു മാറ്റം നിങ്ങൾ പേപ്പറിനെ അപ്രോച്ച് ചെയ്യുന്നതിൽ ഒരു മാറ്റം വരുന്നുണ്ടോ?
എല്ലാത്തിനും താമസം. ഓക്കെ, മാറ്റം വരുന്നുണ്ട്. ക്വസ്റ്റ്യൻ കാണുന്നതിൽ ഒരു പേടി കുറവില്ലേ? കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ്, അതായത് പ്രിലിംസിനോട് കുറച്ചുകൂടി പേടി കുറഞ്ഞു വരുന്നുണ്ടോ? ഈ പേടി കുറയണം. കാരണം പ്രിലിംസ് കുറച്ചുകൂടി ഇങ്ങനെ ഇതാണ്, ഇറ്റ്സ് എ ഗെയിം എന്ന രീതിയിലേക്ക്, ആറ്റിറ്റ്യൂഡിലേക്ക് നിങ്ങൾ മാറുന്നുണ്ടല്ലോ. ദാറ്റ് ഈസ് ഓൾസോ അഗെയിൻ എ ഗുഡ് തിങ്. ഓക്കെ, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് മാറുന്നത് വിച്ച് ഇസ് വെരി ഗുഡ്. ഓക്കെ, അങ്ങനെ എന്തായാലും ചേഞ്ച് വേണം. നമുക്ക് ആ പേടി മാറണം. ടെക്നിക്കൽ അല്ല പ്രിലിംസ് എന്ന് പറയുന്ന ഒരു സാധനം എന്നുള്ള രീതിയിൽ പറയാം. ഓക്കെ, അപ്പൊ നമുക്കിനി 2-3 സെഷൻസ് കൂടെ ഉള്ളൂ. ഇന്നത്തെ 7ാമത്തെ സെഷനായി. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് സീസൺ കൂടി ഇതിന് വരുന്നുണ്ട്. സെക്കൻഡ് സീസൺ കുറച്ചുകൂടി ദിവസം കൂട്ടിയുള്ള ഒരു സാധനം പോലെയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അറിയുന്ന ഫ്രണ്ട്സിനോടും കാര്യങ്ങളോടൊക്കെ മാക്സിമം പറയണം. നമ്മൾ അഡ്വർടൈസ്മെന്റ് പൊതുവെ കുറവാണ്. അപ്പം നിങ്ങൾ റെഫറൻസ് വഴി വേണം നമുക്ക് കൂടുതൽ ഗ്രോ ചെയ്യാൻ. നിങ്ങൾക്ക് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ പറയാ, സഹായിക്കുക. ഓക്കെ, ദിസ് ഇസ് മൈ റിക്വസ്റ്റ് ഫ്രം മൈ പാർട്ട്. ഓക്കെ, ഓക്കെ, ലെറ്റ്സ് ഡു ദിസ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വായിക്കണേ, കെയർഫുൾ ആയിട്ട് വായിക്കണേ, ഓരോ സെന്റൻസും വായിക്കണേ. ഓക്കെ, ഞാനൊന്ന് ക്വസ്റ്റ്യൻ വായിക്കാം. The governor of the Reserve Bank of India is appointed by central government. To certain provision in the Constitution of India give the central government the right to issue direction to the RBI in public interest. ഞാനിത് വായിക്കുന്നത് ബേസിക്കലി നമുക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ വായിക്കുമ്പോൾ ബാക്കിയുള്ള ആളുകൾ നിങ്ങൾ അത് കേൾക്കരുത്. കാരണം അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ചില സാധനങ്ങൾ പിടിക്കും. നിങ്ങൾ വായിച്ച് തന്നെ അത് കണ്ടെത്തണം കേട്ടോ. അപ്പം ഞാൻ പറയുന്നത് അധികം ശ്രദ്ധിക്കണ്ട. ഇപ്പൊ പറയുന്നത് തേർഡ് സ്റ്റേറ്റ്മെന്റ്, ദ ഗവർണർ ഓഫ് ദ RBI ഡ്രോസ് ഹിസ് പവർ ഫ്രം ദി RBI ആക്ട്. ഓക്കെ, ഇതിൽ ഏറ്റവും ആദ്യം ഏത് സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യാം? അല്ലെങ്കിൽ ഇതിനകത്ത് എലിമിനേറ്റ് ചെയ്യാൻ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? ഗൗതം ബി പറയുന്നു, തമീം 2 പറയുന്നു, പിന്നെ ഓക്കെ, തനൂജയ്ക്ക് 2 പറയുന്നു. ബാക്കിയുള്ളവർക്ക് ഓക്കെ. ഇതിനകത്ത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യാം എന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? ഒരുപാട് പേരുണ്ട്. എന്തുകൊണ്ടാണ് ഇതിനകത്ത് നിങ്ങൾ എലിമിനേറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്? നമ്മളിവിടെ വേർഡ് കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടു അല്ലെ? ശ്രദ്ധിച്ച് വായിച്ചില്ലെങ്കിൽ നമ്മളത് കാണില്ല. അത് കാരണം ഇടയിലാണ്. അതുകൊണ്ട് ഒബ്സർവേഷൻ മാത്രം മതി ഉത്തരം ചെയ്യാൻ. നമുക്കറിയാം, നമ്മൾ ഒരുപാട് ബോഡീസ് പഠിക്കുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ, നോൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരിക്കലും RBI തന്നെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയിൽ പഠിച്ചിട്ടേ ഇല്ല. പക്ഷെ ഇത് ഇതിന്റെ ഇടയിൽ കൊടുക്കുന്നതുകൊണ്ട് ചിലപ്പം കാണാതെ പോവും. പക്ഷെ ബാക്കി എല്ലാം സെയിം ആണ് അല്ലെ? ഗിവ് റൈറ്റ് ടു സെൻട്രൽ ബാങ്കിന് RBI പബ്ലിക് ഇൻട്രസ്റ്റ് ഡയറക്ഷൻ കൊടുക്കാം എന്ന് തോന്നുമ്പോൾ വളരെ ജനറൽ ആണ് ഈ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇത് ശരിയായിട്ട് തോന്നും. പക്ഷെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്താൽ നിങ്ങൾക്കറിയാം അറ്റ്ലീസ്റ്റ് 2 എന്തായാലും ശരിയാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിന് എടുത്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ ഉത്തരം എന്ത് ചെയ്യും? പെട്ടെന്ന് ശരിയാവും. ശരിക്കും പ്രിലിംസ് ഭയങ്കര ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. മൊത്തത്തിൽ ഈസി അല്ലേ പ്രിലിംസ് അല്ലേ? പക്ഷെ എന്താവണം, ഈ ഒബ്സർവേഷനും നമുക്ക് ക്ലിയർ ആയിട്ട് വേണം. അതിന് നിങ്ങൾ ടെൻഷൻ ഇല്ലാതിരിക്കണം എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? എൻഷുർ ചെയ്യേണ്ടത് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത്, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നോ? ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടോ ഇല്ലോ എന്ന് എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട്. ഓക്കെ, ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ നമ്മൾ എന്താ നോക്കുന്ന? ഓരോ ഇൻസ്റ്റിറ്റ്യൂഷന്റെയും ഫംഗ്ഷൻ എന്താണെന്നാണ് നോക്കുന്നത് അല്ലെ? ഓക്കെ, ചെയ്തില്ല. അപ്പൊ ഞാൻ വേറെ ഏതൊരു സ്ഥലത്ത് ചെയ്ത. ഓക്കെ, ഓരോ ഇൻസ്റ്റിറ്റ്യൂഷന്റെയും ഫംഗ്ഷൻസ് എന്താന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ RBI എന്നാണ്. നേരത്തെ ക്വസ്റ്റ്യനും RBI ആണ്. അപ്പൊ RBIന്റെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. അതിന്റെ മാൻഡേറ്റ്സ് എന്താണ്, എവിടുന്നാണ് ഇതിന്റെ പവർ കിട്ടുന്നത്, ഇതൊക്കെയാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്ന സാധനങ്ങൾ. ക്ലിയർഫുൾ ആയിട്ട് വായിക്കുക. അറ്റ്ലീസ്റ്റ് 2 സ്റ്റേറ്റ്മെന്റ് ഇവിടെ എന്താണ് കറക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? So question is, with reference to Bank Board Bureau, which of the following statement are correct? Statement 1, the governor of RBI is the chairman of BBB. Statement 2, the BBB recommends for the selection of heads for public sector banks. Statement 2, BBB helped the public sector banks in developing strategies and capital raising plans. ഇതാണ് 3 സ്റ്റേറ്റ്മെന്റ്. ഇനി വളരെ കെയർഫുൾ ആയിട്ട് വായിച്ചിട്ട് ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾക്ക് കോൺട്രാഡിക്ടറി ആണെന്ന് നോക്കി. ഇന്നത്തെ ഫംഗ്ഷനെക്കാട്ടും കൂടുതൽ നിങ്ങൾക്ക് കോൺട്രാഡിക്ടറി
ടെക്നിക്ക് ഉപയോഗിക്കാം. ഇനി വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസിലും നമ്മൾ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ഇനി നമ്മൾ അങ്ങനെയാണ് കേട്ടോ, നമ്മൾ കുറെ ടെക്നിക്സുകൾ പഠിച്ചു. ഇനി അതുകൾ ഉപയോഗിച്ച് പല സ്ഥലങ്ങൾ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. എന്തൊക്കെ ഇവിടെ കോൺട്രാഡിക്റ്റ് നമുക്ക് ഓപ്ഷൻ നോക്കിയപ്പോൾ മനസ്സിലായി അറ്റ്ലീസ്റ്റ് 2 കറക്റ്റ്. ഫസ്റ്റ് ഇൻഫറൻസ് നമുക്ക് കിട്ടി. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കോൺട്രാഡിക്ടറി ഉണ്ടോ എന്ന് നോക്കാം. ഫംഗ്ഷൻ ആൻഡ് മാൻഡേറ്റ് ഉണ്ടോ, വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഫംഗ്ഷനും അതിന്റെ മാൻഡേറ്റും ഫംഗ്ഷനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്ന ഏതെങ്കിലും വരുന്നുണ്ടോ, അതിന് കോൺഫ്ലിക്റ്റ് ആയുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാം. 1 and 2 കോൺട്രാഡിക്ടറി ആണെന്ന് പറയുന്നു മായ. വേറെ ആർക്കെങ്കിലും അങ്ങനെ ഒരു ഏതെങ്കിലും കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? ആർക്കെങ്കിലും കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെന്റ് തോന്നുന്നുണ്ടോ? BBB എന്താ നമുക്ക് അറിയില്ല എന്നും വിചാരിച്ചോ. ബാങ്ക് ബോർഡ് ബ്യൂറോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ബാങ്കുമായി ബന്ധപ്പെട്ടാണ് ബാങ്ക്സ് ബോർഡ് ബ്യൂറോ അല്ലെ. BBC's ബാങ്ക് ബോർഡ്സ് ബ്യൂറോ. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും കോൺട്രാക്ട് സ്റ്റേറ്റ്മെന്റ് കിട്ടിയ ഒരു തംസപ്പ് വരുമോ? ആർക്കും കിട്ടിയിട്ടില്ല അല്ലെ. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആർക്കും പ്രശ്നമില്ലല്ലോ, ഒരാൾക്കും എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ, ഇനി ഗവർണർ ഓഫ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് RBIയുടെ ഗവർണറാണ് BBBയെ അപ്പോയിന്റ് ചെയ്യുന്നു എന്ന് പറയുന്നത്. BBB എന്ന് പറയുന്ന ബാങ്ക് ബോർഡ് ബ്യൂറോ ആണ്. ഈ RBIന്റെ ഗവർണർ അപ്പോയിന്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അല്ല അപ്പോയിന്റ് ചെയ്യുന്നല്ല, RBIന്റെ ചെയർമാൻ തന്നെയാണ് ബേസിക്കലി എന്ത് വരുന്നത്, BBയുടെ ചെയർമാനും. സോ RBIന്റെ ചെയർമാൻ തൽക്കാലം ഇവിടെ ഞാനാണെന്ന് വിചാരിക്കുക. RBIന്റെ ചെയർമാൻ ഞാനാണ്. അങ്ങനെയാണെങ്കിൽ ബാങ്ക് ബോർഡ് ബ്യൂറോന്റെ ചെയർമാൻ ആരാണ്? ബേസിക്കലി ഞാൻ തന്നെയാണ്. ഓക്കെ, രണ്ടും ഞാൻ തന്നെയാണ്. ഒന്നാമത്തെ പ്രശ്നം ഇവിടുത്തെ എന്താണ്, RBIന്റെ ചെയർമാൻ തന്നെ ബാങ്ക് ബോർഡ് ബ്യൂറോന്റെയും ചെയർമാൻ, ബാങ്ക് ബോർഡ് ബ്യൂറോന്റെ ചെയർമാൻ. ഇനി അങ്ങനെയാണ്, ഇനി അത് കുഴപ്പമില്ല, അങ്ങനെ വന്നു എന്ന് വിചാരിക്കട്ടെ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി, ഈ ബാങ്ക് ബോർഡ് ബ്യൂറോ ആണ് എന്ത് ചെയ്യുന്നത്, സെലക്ഷൻ ഓഫ് ഹെഡ്സ് ഓഫ് പബ്ലിക് സെക്ടർ ബാങ്ക്, അതായത് SBIന്റെ ബാങ്കിന്റെ ഹെഡിനെ തീരുമാനിക്കുന്ന ഞാനാണ്. അതായത് ഈ ഞാൻ എന്ത് ചെയ്യുന്നു, ബേസിക്കലി ഒരു ഹെഡിനെ തീരുമാനിക്കുന്നു. ഞാൻ തന്നെയാണ് RBIന്റെ ചെയർമാൻ, ഞാൻ തന്നെയാണ് BBയുടെ ചെയർമാൻ. ഞാനാണ് ആരെ അപ്പോയിന്റ് ചെയ്യുന്നത്, അപ്പോയിന്റിങ് SBIന്റെ ഹെഡ്. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ? ഇനി RBIന്റെ ഫംഗ്ഷൻ എന്താ, ബാങ്കിനെ റെഗുലേറ്റ് ചെയ്യുക. നാളെ SBIന്റെ ഹെഡ് എന്തെങ്കിലും മോശമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക, എനിക്ക് ചോദിക്കാൻ പറ്റുമോ എന്തുകൊണ്ടാണ് നിങ്ങൾ തെറ്റ് ചെയ്തതെന്ന് ചോദിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അത് നിങ്ങൾ ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ആ അപ്പോയിന്റ്മെന്റ് ചെയർമാനെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റുമോ? കാരണം ആര് അപ്പോയിന്റ് ചെയ്തത്, ഞാൻ തന്നെയല്ല അപ്പോയിന്റ് ചെയ്തത്. ഞാൻ അപ്പോയിന്റ് ചെയ്ത ചെയർമാന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ ക്വാളിറ്റി ഇല്ലാത്ത ചെയർമാനാണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഇനി അതേപോലെ തന്നെ RBIന്റെ ഫംഗ്ഷൻ എന്താ, ബാങ്കിനെ റെഗുലേറ്റ് ചെയ്യുക. ബാങ്ക് ബോർഡ് ബ്യൂറോന്റെ ഫംഗ്ഷൻ എന്താണ്, ബാങ്കുകളെ റെഗുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ബാങ്കിന്റെ അപ്പോയിന്റ്മെന്റ് നടത്തുക എന്നുള്ളതാണ്. ഞാൻ തന്നെ റെഗുലേറ്റ് ചെയ്യുന്ന ആൾ തന്നെ അപ്പോയിന്റ്മെന്റ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഞാനാണ് റെഗുലേറ്റർ, ബാങ്കിനെ കൺട്രോൾ ചെയ്യുന്ന ഞാനാണ്, ഞാൻ തന്നെ അപ്പോയിന്റ്മെന്റ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് വന്നില്ലേ? ഞാൻ നിങ്ങൾക്ക് ഇത് വെറുതെ ഇത്രയൊന്നും ഡീറ്റെയിൽ ആവണ്ട, നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ വെറുതെ എക്സ്പാൻഡ് ചെയ്യുന്നതിനെ. ഇത്രയും മനസ്സിലായോ? മനസ്സിലായ തംസപ്പ് വരുമോ? ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് തമ്മിൽ എന്താണ്, ദിസ് ഈസ് എ കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെന്റ്. ഒന്നും രണ്ടും എന്ത് ചെയ്യില്ല, ഒരിക്കലും ഒന്നിച്ചു പോവില്ല. ഒന്നും രണ്ടും ഒന്നിച്ചു പോവാത്ത ഒന്നും രണ്ടും ഒന്നിച്ചു പോകുന്ന സ്റ്റേറ്റ്മെന്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഇനി ഈ രണ്ടെണ്ണത്തിൽ ഏറ്റവും കറക്റ്റ് ആവാനുള്ള സ്റ്റേറ്റ്മെന്റ് ഏതായിരിക്കും ചാൻസ് കൂടുതൽ? എന്തായാലും ഇത് തെറ്റാനായിരിക്കും ചാൻസ് കൂടുതൽ. കാരണം ഇവിടെ നമുക്ക് ഇതിനെ ക്ലബ് ചെയ്തൂടെ, ഇത് രണ്ടും സംസാരിക്കുന്ന ബാങ്കിനെ പറ്റിയാണ് അല്ലെ. BBB reckon for the selection of the heads of the public sector bank. BB helps the public sector bank in developing strategies and capital raising plans. അത് BBB എന്ന് പറയുന്നത് ബാങ്കുമായി റിലേറ്റ് ചെയ്യുന്നത് എന്തായാലും ഉറപ്പാണ്. കാരണം രണ്ടെണ്ണം എന്തായാലും ശരിയായേ മതിയാവുള്ളൂ. രണ്ടും ഇവിടെ ബാങ്കുമായി റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ബാങ്കിന്റെ പ്ലാന്, ബാങ്കിന്റെ എക്സ്പാൻഷൻ, ഇതൊക്കെയാണ് സംസാരിക്കുന്നത്. ഇത് RBIക്ക് സംസാരിക്കേണ്ട കാര്യമില്ല. RBIക്ക് റെഗുലേറ്റ് ചെയ്താൽ മതി. എക്സ്പാൻഡ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് ബാങ്കാണ് തീരുമാനിക്കുന്നത്. സ്വാഭാവികമായിട്ടും 2ഉം 3ഉം ഒന്നിച്ചു പോകും. ക്ലിയർ? മനസ്സിലായവരൊന്ന് തംസപ്പ് തന്നെ. ഓക്കെ, ഇനി BBB എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പൊ ഉണ്ടോ?
ഇത് 2022 എന്തോ ചോദിച്ച ചോദ്യമാണ്. പക്ഷെ BBAB എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പൊ ഇല്ല. ഇപ്പൊ അതിനെ റീപ്ലേസ് ചെയ്തിട്ട് ബേസിക്കലി അതിന്റെ പുതിയ പേര് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബ്യൂറോ എന്നാണ്. ഫിനാൻഷ്യൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബ്യൂറോ എന്നുള്ളതാണ് ബേസിക്കലി ഇതിന്റെ പുതിയ പേര്. ഓക്കെ, FISB എന്ന് പറയും, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സർവീസ് ബ്യൂറോ. ഇവരുടെ ഫംഗ്ഷൻ എന്താ? ഇത് പറയുമ്പോൾ എന്റെ കൂടെ ഞാൻ പറയാം, ജസ്റ്റ് നോക്കി വെച്ചോ. BBB എന്തായിരുന്നു ചെയ്തത്? പബ്ലിക് സെക്ടർ ബാങ്കിന്റെ ഹെഡിനെ അപ്പോയിന്റ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, ഇവരെന്ത് ചെയ്യും? പബ്ലിക് സെക്ടർ ബാങ്കിന്റെ ഹെഡിനെ അപ്പോയിന്റ് ചെയ്യും. ഇൻഷുറൻസ് സെക്ടേഴ്സ് ഇല്ലേ, അതിന്റെ ഹെഡിനെ അപ്പോയിന്റ് ചെയ്യുന്നതൊക്കെ ആരാണ്? ഇവരാണ്. ബേസിക്കലി സുപ്രീം കോടതി പറഞ്ഞു BBBക്ക് എന്ത് ചെയ്യാം, BBB എന്ന് പറയുന്നത് ബാങ്കിന് വേണ്ടി കൊണ്ടുവന്നതാണ്. സുപ്രീം കോടതി കേസ് പോയിട്ട് BBB എന്ത് ചെയ്തു? ഒരു ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഇൻഷുറൻസ് സെക്ടറിന്റെ ഹെഡിനെ അപ്പോയിന്റ് ചെയ്തു. അപ്പൊ അതിനെതിരെ കേസ് പോയി. അപ്പം സുപ്രീം കോടതി പറഞ്ഞു, അല്ല BBBക്ക് എന്തിനു മാത്രമേ അധികാരമുള്ളൂ? പബ്ലിക് സെക്ടർ ബാങ്ക്, നിങ്ങൾ എങ്ങനെ ഇൻഷുറൻസിനെ പറ്റി അപ്പോയിന്റ് ചെയ്യും? അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്തു? BBBനെ അങ്ങ് കളഞ്ഞിട്ട് പുതിയൊരു ബോഡി കൊണ്ടുവന്നിട്ട് അതിന്റെ മാൻഡേറ്റ് എന്താക്കി? പബ്ലിക് സെക്ടർ ബാങ്കിനെയും റെഗുലേറ്റ് ചെയ്യും, അതേപോലെ തന്നെ ഇൻഷുറൻസ് സെക്ടറിനെയും റെഗുലേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഹോളിസ്റ്റിക് ആയിട്ട് ഫിനാൻഷ്യൽ ആൻഡ് ഇൻഷുറൻസ് ലെവലിൽ അപ്പോയിന്റ്മെന്റ് നടത്തുന്നത് ഇപ്പം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബ്യൂറോ ആണ്. ജസ്റ്റ് ഓർത്ത് വെക്കുക, ചിലപ്പോൾ ഇനിയും ചോദ്യം ചോദിക്കാം, കാരണം ഇതേ ഏരിയയിൽ നിന്ന് UPSC ചോദ്യം ചോദിച്ചതുകൊണ്ട് കേട്ടോ. ക്ലിയർ ആണല്ലോ? ആൻസർ എന്തായിരിക്കും? 2 and 3. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ, ശ്രദ്ധിച്ച് വായിക്കണം. ടെക്നിക്കലി ഭയങ്കര നോളജബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് തോന്നും. ലാസ്റ്റ് ഇയറിൽ വന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ? കുറെ ആളുകൾ അത് കഴിഞ്ഞ പ്രാവശ്യം സ്റ്റുഡൻസ് എക്സാം കഴിഞ്ഞ് വന്നപ്പോൾ കുറെ പേര് അൺഅറ്റംപ്റ്റഡ് ആയി കടന്ന ക്വസ്റ്റ്യൻ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് കുറെ പേര് ചെയ്തില്ല, കാരണം ഭയങ്കര ഫാക്ച്വലി വേണ്ടതുകൊണ്ട് കുറെ പേര് ചെയ്തില്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം വളരെ ഫാക്ച്വൽ ആയിട്ട് തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ വളരെ ക്ലിയർ ആയിട്ട് നമ്മളുടെ പ്രിൻസിപ്പിൾസ് എല്ലാം നമ്മൾ ഉപയോഗിച്ച് നോക്കുക. നമ്മൾ ഇതുവരെ കണ്ട എല്ലാ സാധനവും ഉപയോഗിക്കാം, ഓരോരോ ടെക്നിക്ക് ഉപയോഗിക്കാം. കൺസിഡർ ദി ഫോളോയിങ് സ്പേസ് മിഷൻ. ആക്സിയം 4 എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് സ്പേസ് ടെക്സ് പറയുന്നുണ്ട്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഗഗയാൻ ആണ് പറയുന്നത്. അതിനകത്ത് ഹൗ മെനി ഓഫ് ദ എബോ സ്പേസ് മിഷൻസ് ഗിവൺ എബോ എൻകറേജസ് ആൻഡ് സപ്പോർട്ട് മൈക്രോ ഗ്രാവിറ്റി റിസർച്ച് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ഓൺലി 1 എന്നുണ്ട്, ഓപ്ഷൻ ബി ഓൺലി 2, ഓൾ 3 none. ഓക്കെ, വളരെ സൂക്ഷിച്ചു വായിക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇതിനകത്ത് ഓക്കെ ആർക്കെങ്കിലും ആൻസർ കിട്ടിയിട്ടുണ്ട്, ആൻസറിന് ഒരു ഐഡിയ കിട്ടിയത് തംസപ്പ് തന്നെ. നോളജ് വെച്ചല്ല, അതല്ലാതെ ആൻസർ കിട്ടിയവർക്ക് തംസപ്പ് തന്നെ. നോളജ് വെച്ച് തരരുത്, ആൻസർ പറയരുത്, തംസപ്പ് തന്നാൽ മതി. ആർക്കും കിട്ടിയിട്ടില്ല. അപ്പൊ സൂക്ഷിച്ചു വായിക്കുക. കിട്ടിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ തംസപ്പ് തരണം. ഈ റെസ്പോണ്ട് ചെയ്യാത്ത ആളുകളും റെസ്പോണ്ട് ചെയ്യും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മൂവ് ചെയ്യാലോ. ആരുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഹിന്റ് ഞാൻ തരാം. ഒരിക്കലും നിങ്ങൾക്ക് ആക്സിനും സ്പേസ് ടെക്സും ഗംഗയാനും റിപ്പീറ്റഡ് ആയിട്ട് വായിച്ചത് കാര്യമില്ല. ഇത് മൂന്നും നമുക്ക് അറിയില്ല അല്ലേ? ഇതെല്ലാം സ്പേസ് മിഷനാണ് നമുക്ക് മനസ്സിലായി. ഇത് മൂന്നും നമുക്ക് എന്താ, ഇത് ഫാക്ച്വൽ അല്ലേ? ഭയങ്കര ഫാക്ച്വൽ അല്ലേ? അപ്പൊ ഇതല്ല നമ്മുടെ കീ, ഇവിടെ അല്ല നമുക്കുള്ള സാധനം. അപ്പൊ വേറെ എവിടെയോ ആണ്. അപ്പൊ ബാക്കിയുള്ള ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി അങ്ങോട്ട്, നിങ്ങളിപ്പോ വായിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആക്ഷൻ എന്താ, സ്പേസ് ടെക്സ് എന്താ, ഗഗയാൻ എന്താ, അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ അത് നമുക്ക് അറിയില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻകറേജ് ആൻഡ് സപ്പോർട്ട് S1 പോയിന്റ്. അതാണ് എന്തിന്റെ എൻകറേജ് ആൻഡ് സപ്പോർട്ടാണ്? മൈക്രോ ഗ്രാവിറ്റി റിസർച്ചിനെ പറ്റിയുള്ള എൻകറേജ് ആൻഡ് സപ്പോർട്ടാണ്. അപ്പൊ നമുക്ക് കുറെ വേർഡുകൾ കിട്ടി. ഹൗ മെനി ഓഫ് ദി അബോവ് സ്പേസ് മിഷൻസ് ഗിവൺ എൻകറേജസ് ആൻഡ് സപ്പോർട്ട് ആണ്. വാട്ട് യു മീൻ ബൈ എൻകറേജ്? മൈക്രോ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി. എന്താ മൈക്രോ ഗ്രാവിറ്റി? ഇത് മൈന്യൂട്ട് ആയിട്ടുള്ള മൈന്യൂട്ട് ഗ്രാവിറ്റി, മൈക്രോ ഗ്രാവിറ്റി ആയിക്കോട്ടെ. ഗ്രാവിറ്റി എന്താന്ന് നമുക്കറിയാം, മൈക്രോ ഗ്രാവിറ്റി റിസർച്ച്. അതും മൈക്രോ ഗ്രാവിറ്റി റിസർച്ചിനെ എൻകറേജ് ആൻഡ് സപ്പോർട്ട്. വാട്ട് ഈസ് എൻകറേജ്? വാട്ട് യു മീൻ ബൈ എൻകറേജ്? എൻകറേജ് ആൻഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? ഇപ്പൊ ഒരു ഓട്ട മത്സരം നടക്കുന്നു, നിങ്ങൾ എൻകറേജ് ആൻഡ് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? നിങ്ങൾ വഴിയിലിരുന്ന് കൈയടിക്കുന്നു അല്ലെ? ഇതിനെയാണല്ലോ എൻകറേജ് ആൻഡ് സപ്പോർട്ട് എന്ന് പറയുന്നത്.
That means encourage and support is a general term or a specific term. General term. Very general term. ഇനി ചോദ്യം ഇത്രയേ ഉള്ളൂ, ഇത് മൈക്രോഗ്രാവിറ്റിയെ പറ്റിയുള്ള പ്രൊജക്ട് ആണോ എന്നാണോ ചോദ്യം. മനസ്സിലായോ? ഡിഫറൻസ് മനസ്സിലായോ? ഈ പ്രൊജക്ടുകളിൽ ഏതാണ് മൈക്രോഗ്രാവിറ്റി റിസർച്ച് ചെയ്യുന്നത് എന്ന് ചോദ്യം ഉണ്ടോ? ഇല്ല. മൈക്രോഗ്രാവിറ്റി റിസർച്ചിനെ സപ്പോർട്ട് ചെയ്യുന്നതും എൻകറേജ് ചെയ്യുന്നതും റിപ്പോർട്ട്. അതായത് ഏത് സ്പേസ് മിഷനിൽ നിന്നും എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ വിച്ച് ഈസ് ഹെൽപ്ഫുൾ ഫോർ മൈക്രോഗ്രാവിറ്റി, ദാറ്റ് മീൻസ് ദാറ്റ് കംസ് അണ്ടർ എ മിഷൻ വിച്ച് സപ്പോർട്ട് ആൻഡ് എൻകറേജ് മൈക്രോഗ്രാവിറ്റി. ക്ലിയർ? എനി സ്പേസ് മിഷൻ. നാളെ ഞാൻ വെറുതെ ഒരു PSLV ഒരു സാധനത്തിനെ കയറ്റിവിടുന്നു, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് എനിക്ക് എവിടുന്നോ ഒരു ഡാറ്റ കിട്ടി, മൈക്രോഗ്രാവിറ്റി അല്ലെങ്കിൽ എന്തോ ഒരു ഇൻഫർമേഷൻ കിട്ടി. ദാറ്റ് ഓൾസോ കംസ് അണ്ടർ ദിസ്. യെസ്. Since it is very general, now would you tell me which would be the answer? ബാക്കിയുള്ളവര് സി ആണോന്ന് ഉറപ്പില്ല, ശ്രദ്ധിച്ച് വായിക്കണം. ബാക്കിയുള്ളവർ സി കണ്ടോണ്ടിട്ടരുത്, നിങ്ങൾക്ക് കിട്ടിയാൽ മാത്രമേ ഇടുള്ളൂ. ഓക്കെ, സി പറയുന്നവരൊന്ന് തംസപ്പ് തന്നെ. ഇവിടെ 4 പേര് 5 പേര് സി. ഗൗതമും മേഘ എല്ലാരും സി. ക്ലിയർ? യെസ്, സി. കാരണം നമുക്ക് ഇതിനകത്ത് നോളജ് എന്തായാലും, നമുക്ക് ഇതിനകത്ത് ആകെ കിടന്ന ടേം എന്ന് എൻകറേജ് ആൻഡ് സപ്പോർട്ട് മൈക്രോഗ്രാവിറ്റി റിസർച്ച്. അത് വളരെ ജനറലിസ്റ്റിക് ടേം ആണ്. വെൻ യു ആർ ഗിവിംഗ് എ ജനറൽ ടേം ആയിട്ട് ഒരു സാധനം വരുവാണെന്നുണ്ടെങ്കിൽ, ഭയങ്കര ജനറലിസ്റ്റ് ആയിട്ടുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ അതിന്റെ പോസിബിലിറ്റീസ് കൂടുതലായിരിക്കും എന്നുള്ള കാര്യം ഓലയ്ക്കുക. ഇപ്പൊ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ പോസിബിലിറ്റി എപ്പോഴും സ്പെസിഫിക് ആയിരിക്കും. കാരണം സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സാധനമാണ്, ഫംഗ്ഷൻ ഭയങ്കര സ്പെസിഫിക് ആണ്, അപ്പൊ പോസിബിലിറ്റിയും സ്പെസിഫിക് ആയി. പക്ഷെ വളരെ ജനറൽ, ഭയങ്കര ജനറൽ വേർഡ് എൻകറേജ് ആൻഡ് സപ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പോസിബിലിറ്റി ജനറൽ ആയിരിക്കും. ദാറ്റ് മീൻസ് മാക്സിമം പോസിബിലിറ്റിയിലേക്ക് നമ്മൾ ആലോചിച്ച് നോക്കണം. അപ്പം നമ്മൾ ഇമ്മീഡിയറ്റ്ലി പോയി എടുക്കണം എന്നല്ല. ഈ ദീസ് ആർ നമ്മൾ കണ്ട എക്സ്ട്രീം വേർഡ്സ് എന്താണ്? പലപ്പോഴും നിങ്ങൾ മറന്നു പോകുന്ന കാര്യങ്ങൾ എന്താണ്? നോ കാണുമ്പോൾ എലിമിനേറ്റ് ചെയ്യുന്നു, ഓൾ കാണുമ്പോൾ എലിമിനേറ്റ് ചെയ്യുന്നു. അത് ചെയ്യരുത്. എന്താണ്? നോയൊക്കെ നമ്മുടെ എന്താണ്? എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റുകളല്ല. നോയും ഓളൊക്കെ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്, പക്ഷെ ഇതൊക്കെ നമ്മുടെ ഫ്ലാഗ്സ് ആണ്, അല്ലെ? നമുക്ക് റെഡ് ഫ്ലാഗ് ആണ് ഇതൊക്കെ. അതിന് ശേഷമാണ് നമ്മൾ ആലോചിച്ച് തുടങ്ങുന്നത്. ഓക്കെ, അപ്പം അതേപോലെ വേണം കാണാൻ. കഴിഞ്ഞ ക്ലാസ്സിലും ഒരാൾ 2 പേര് നോ കണ്ടതുകൊണ്ട് ഞാൻ എലിമിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ നോ ഒരു എലിമിനേഷൻ ഫാക്ടർ അല്ല. അതേപോലെ ഇവിടെ എന്താണ്? ജനറൽ ആയി എന്നുള്ളത് കൊണ്ട് മാത്രം എല്ലാം പോയി എടുക്കരുത്. എന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കി, ഈ കോണ്ടെക്സ്റ്റിൽ ഇത് ശരിയാണോ? ശരിയാണ്. സോ ഓൾ 3 കറക്റ്റ്. കിട്ടിയല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ ആൻഡ് മാൻഡേറ്റ് പോലെ തന്നെയും നിങ്ങൾ ഇഷ്ടമുള്ളത് നോക്കി. ഞാൻ ഇനി ടെക്നിക്കൽ അധികം പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെക്നിക്കൽ വെച്ച് നിങ്ങൾ ആൻസറിലേക്ക് വരിക. കെയർഫുൾ ആയിട്ട് വായിക്കുക. വായിച്ചതിന് ശേഷം നിങ്ങൾ ആലോചിക്കുക. ഓപ്ഷൻസ് അനലൈസ് ചെയ്യണം. എല്ലാം നിങ്ങൾക്ക് അറിയാം, ഓപ്ഷൻസ് എങ്ങനെ അനലൈസ് ചെയ്യണം എന്നുള്ള അറിയാം. 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് 3 എന്താണ് ശരിയാണെന്ന് നമുക്കറിയാം. അനലൈസ് ചെയ്യും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നിങ്ങൾക്കത് തറോ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരിക്കലും പഠിച്ചിട്ട് ഈ ക്വസ്റ്റിന് ഒരു എക്സാമിനർ നമ്മൾ ഒരിക്കലും എക്സാമിന് പോകാൻ പറ്റില്ല. അത് 100% ഉറപ്പാണ്. ഈ എക്സാം കഴിഞ്ഞിട്ട് പോലും നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റിനെ പറ്റി പഠിച്ചിട്ടും ഉണ്ടാവില്ല, ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി പഠിച്ചിട്ടും ഉണ്ടാവില്ല. ഇപ്പൊ PYQ ആണല്ലോ, അപ്പൊ നമ്മൾ ഇപ്പൊ പഠിക്കുമ്പോൾ നിങ്ങളിൽ വരണല്ലോ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. കാരണം ഇതൊന്നും പഠിക്കാൻ പറ്റാത്ത സാധനങ്ങളാണ്, ഒരിക്കലും പഠിച്ച് പോകാൻ പറ്റാത്ത സാധനങ്ങളാണ്. അപ്പൊ ദർ വിൽ ബി സംതിങ് എൽസ്, അല്ലെ? സോ പേടി ആണ് ഇവിടുന്ന് ആദ്യം ഒഴിവാക്കി കളയേണ്ടത്. എന്നിട്ട് കെയർഫുൾ ആയിട്ട് വായിക്കാം. Question: in India, what is the role of the Coal Controllers Organization? Statement 1. Coal Control Organization means CCO. So CCO is the major source of coal statics in Government of India. Statement 2. It is monitor progress of development of captive coal or lignite blocks. Statement 3. It hears any objection to the government's notification relating acquisition of coal bearing areas. And statement 4. It ensures that coal mining companies deliver the coal to the end user in the prescribed time.
വായിച്ചു കഴിഞ്ഞെങ്കിൽ തംസപ്പ് വരുമോ? ഏതെങ്കിലുമൊക്കെ ഒന്നായി നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ തംസപ്പ് വരുമോ? ഓക്കെ, പ്രോപ്പറായി വായിച്ചു കഴിഞ്ഞ ഒരു തംസപ്പ് തരണേ. ഐ എം ഗിവിംഗ് ടൈം, ബട്ട് ഐ എം ഗിവിംഗ് യു പ്രഷർ ബിക്കോസ് എക്സാമിനുള്ള ടൈം മാത്രമേ ഞാൻ നിങ്ങൾക്ക് തരുള്ളൂ. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ എക്സാമിന് എത്ര സമയം ഉണ്ട്, അതിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ വരണം. സ്പേസും ആ ടൈമിങ്ങും നമുക്ക് കറക്റ്റ് ആക്കണം ഇനി. ഓക്കെ, മേഘ ജയ്ക്ക് കിട്ടി. വേഗം കുറച്ചുകൂടി ഒരു പ്രഷർ ഉണ്ടാവും. ആ പ്രഷറിൽ തന്നെ ചെയ്യാൻ നോക്കുക. പെട്ടെന്ന് കണ്ടെത്തുക. ബാക്കിയുള്ളൊരു കഴിഞ്ഞൊരു തംസപ്പിട്ടെ. ഓക്കെ, കഴിഞ്ഞു. നിങ്ങളെ സമയം കഴിഞ്ഞു. ഇനി നോക്കിക്കുക, ഒന്നുകൂടി ഒന്ന് പ്രോപ്പർ ആയിട്ട് നോക്കിക്കുക. നമുക്ക് മനസ്സിലായി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയാണ്, ആർക്കും അറിയില്ല. അപ്പൊ നിങ്ങൾ ഈക്വൽ ആണ്, എല്ലാവരും ഈക്വൽ ആണ്. എത്ര പഠിച്ചവനും ഒന്നും പഠിക്കാത്തവനും ഇവിടെ ഈക്വൽ ആണ്. പക്ഷെ പേടിയില്ലാത്തവനും ഒബ്സർവ് ചെയ്യുന്ന ആൾക്കും ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ 3 സ്റ്റേറ്റ്മെന്റ് അറ്റ്ലീസ്റ്റ് ശരിയാണ്. അറ്റ്ലീസ്റ്റ് അല്ല, മിനിമം എന്തായാലും എന്ത് ചെയ്യാം, 3 സ്റ്റേറ്റ്മെന്റ് വരെ ശരിയാവാം. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 സ്റ്റേറ്റ്മെന്റ് എന്തായാലും ശരിയാണ്. ഓക്കെ, ബാക്കിയെല്ലാം 3 സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനർത്ഥം 3 സ്റ്റേറ്റ്മെന്റ് വരെയാണ് മാക്സിമം ശരിയാവാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഇവിടെ എടുക്കുന്നത്. മാക്സിമം എത്ര ശരിയാവാം? 3 സ്റ്റേറ്റ്മെന്റ് ശരിയാവും. നമുക്കൊന്നും അറിയില്ലല്ലോ ഇതിനെപ്പറ്റി, പക്ഷെ മാക്സിമം 3 സ്റ്റേറ്റ്മെന്റ്. അതിന്റെ അർത്ഥം എന്താണ്? എന്ത് വന്നാലും ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാം. അപ്പൊ ഇനി നമുക്ക് കാര്യങ്ങൾ ഈസിയായി. 3 എന്തായാലും മാക്സിമം 3 വരെ ശരിയാവാം. 4 ശരിയാവുന്ന ഒരു ഓപ്ഷൻ ഇതിനകത്തില്ല. അതിനർത്ഥം ഇതിനകത്ത് എന്തായാലും ഒരു ഓപ്ഷൻ തെറ്റാണ്. അത് ഭയങ്കര ഒരു റിലീഫ് അല്ലേ? എന്തായാലും ഒരു ഓപ്ഷൻ തെറ്റാണ്, നമുക്കൊന്നും അറിയില്ല. ഇനി ഇതിൽ നിന്നുള്ള ഏറ്റവും വേഴ്സ്റ്റ് ഓപ്ഷന് ഒന്ന് കണ്ടെത്തിക്കുക. ഇതിൽ ഏറ്റവും വേഴ്സ്റ്റ് ഓപ്ഷൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഓപ്ഷൻസ് കമന്റ് ചെയ്തേ. ഏറ്റവും വേഴ്സ്റ്റ് ഓപ്ഷൻ ആയിട്ട് തോന്നുന്നു 4 ഓപ്ഷനിൽ ഒരു ഓപ്ഷൻ മസ്റ്റ് ആയിട്ട് തെറ്റ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും വേഴ്സ്റ്റ് ഓപ്ഷൻ ഏതാ? ഒരു ഓർഗനൈസേഷനെ വെച്ച് ആലോചിക്കണം. നോക്ക്, കോൾ കൺട്രോളേഴ്സ് ഓർഗനൈസേഷൻ. അതിൽ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താ? നിങ്ങൾക്ക് തോന്നുന്നത്, വായിച്ചിട്ട് ഏറ്റവും വേഴ്സ്റ്റ് തോന്നുന്നത്? തനൂജിക്ക് 4 തോന്നുന്നത്. തനൂജിക്ക് 4, ബാക്കിയുള്ളവർക്ക്? മായക്ക് 3 തോന്നുന്നു, തമീമിന് 3 തോന്നുന്നു. ഒരൊറ്റ ഓപ്ഷൻ എടുത്താൽ മതി. ഒറ്റ ഓപ്ഷൻ എടുക്കുക. 1ഉം 4ഉം എടുക്കാൻ പറ്റില്ല. ഇവിടെ ഒരെണ്ണാണ് മസ്റ്റ് ആയിട്ട് തെറ്റ്. അപ്പൊ ആദ്യം 1ലേക്ക് പോവാം. ഒറ്റൊരു ഓപ്ഷൻ. കാരണം എന്തുകൊണ്ട് ഒറ്റ ഓപ്ഷൻ പറഞ്ഞാൽ 1 എന്തായാലും തെറ്റാന്ന് ഉറപ്പാണ്. ബാക്കി 2 തെറ്റാണോന്ന് നമുക്ക് അറിയില്ല. പക്ഷെ 1 എന്തായാലും തെറ്റാണ്. ഒരു ഓപ്ഷൻ എന്തായാലും തെറ്റാണ്. മേഘ 1ലോ 4ലോ ഇതിലേത് കളയും? 1 കളയോ 4 കളയോ? മേഘയ്ക്ക് സംസാരിക്കാൻ പറ്റുമോ? 4നെ കളയും അല്ലെ? ഓക്കെ, എന്തുകൊണ്ട് 4 കളയുന്നതെന്നൊന്ന് പറയോ? 1ഉം 4ഉം വന്നു. ഇതിൽ ഏതെങ്കിലും ഒന്ന് മേഘയ്ക്ക് കളഞ്ഞേ മതിയാവുള്ളൂ. മേഘ എന്തുകൊണ്ട് 4 കളഞ്ഞു? 4നെ എലിമിനേറ്റ് ചെയ്തു എന്നാണ് ഉദ്ദേശിക്കുന്നത്. സംസാരിക്കാം. പറഞ്ഞു. സാർ, ഞാൻ റിലേറ്റ് ചെയ്തത് സാർ നേരത്തെ പറഞ്ഞില്ലേ, RBI റെഗുലേറ്റ് ചെയ്യുന്നു, അപ്പോയിന്റ് ചെയ്യുന്ന ആ ഒരു ലിങ്ക് പറഞ്ഞില്ലേ, അത് വെച്ചിട്ടാണ് ചെയ്തത്. ഇത് കൺട്രോൾ ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണെന്ന് അതായത് ആ പേരിൽ നിന്ന് മനസ്സിലായി. സോ അങ്ങനെ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ എൻഡ് യൂസറിന്റെ കയ്യിൽ ആ സാധനം എത്തുന്നുണ്ടോ എന്ന് എന്താ പറയാ, അങ്ങനെ അതുവരെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. ജസ്റ്റ് റെഗുലേഷൻ മാത്രമേ വരുന്നുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ RBI ഈസ് ദ റെഗുലേറ്റർ, അതിന്റെ ഇടയിൽ വേറെയും ഏജൻസ് ആയിട്ട് ഒരുപാട് ബാങ്കുകൾ വരുന്നുണ്ടല്ലോ. RBIന്റെ അതേ സാധനം വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് മനസ്സിലാൻ വേണ്ടി RBI പറഞ്ഞോണ്ടേ, RBI ഈസ് ദി റെഗുലേറ്റർ, എൻഡ് യൂസർ അപ്പൊ അവിടെ ആരാ? കസ്റ്റമർ, നമ്മളല്ലേ? ഓക്കെ, അപ്പൊ RBI നമ്മളിലേക്ക് പൈസ എത്തുന്നുണ്ടോ എന്നുള്ളത്, ബാങ്ക് ലോൺ കൊടുത്തോ എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് മീൻസ് ചെക്ക് ചെയ്യുന്ന മെത്തേഡ് ഉണ്ട്. പക്ഷെ ഡയറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ടോ?
ഇല്ല, അതിനിടയ്ക്ക് ഏജന്റ് ആയിട്ട് ഒരുപാട് ബാങ്ക്സ് ഉണ്ട്, അതുകൊണ്ട് അതുവഴി ഒരു ഇടനിലക്കാരനുള്ളതുകൊണ്ട്. വെരി ഗുഡ് യൂസേജ് ഓഫ് അവർ ഓൺ ടെക്നിക്സ് അല്ലേ നമ്മൾ യൂസ് ചെയ്തു. ഇവിടെ എന്ത് എലിമിനേറ്റ് ചെയ്യാം? 4 സുഖമായിട്ട് എലിമിനേറ്റ് ചെയ്തിടും. നോക്കിക്കേ, ഇവിടെ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് എൻഷുർ കോൾ മൈനിങ് കമ്പനീസ് ഡെലിവർ ദ കോൾ ടു ദ എൻഡ് യൂസർ ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ടൈം. കോള് അലോക്കേറ്റ് ചെയ്യാം, കോളിനെ പറ്റിയുള്ള ഡാറ്റ പഠിക്കുന്നു. ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റുകൾ കണ്ടോ? കോളിനെ പറ്റി എന്തെങ്കിലും പ്രശ്നങ്ങൾ അലോക്കേറ്റ് ചെയ്തതിൽ എന്തെങ്കിലും ഗവൺമെന്റ് സൈഡിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കോൾ കമ്പനികൾക്ക് എന്ത് ചെയ്യാം? ഒബ്ജക്ഷൻ പറയാം. പക്ഷേ കോള് കമ്പനി ഇപ്പൊ ടാറ്റ കോൾ എടുത്തു, ഈ കോള് ടാറ്റ ആർക്കോ കൊടുക്കാന്ന് പറഞ്ഞു, വിറ്റു. ഈ കോൾ അവിടെ എത്തിയോ എന്നുള്ളത് അന്വേഷിക്കുന്ന പരിപാടി ഇവന്മാർക്ക് ഉണ്ടാവോ? ക്ലിയർ ആയോ? അതായത് തമ്മീമെ മനസ്സിലായോ എന്താ അവിടുത്തെ പ്രശ്നം എന്ന് മനസ്സിലായോ? ഏറ്റവും മോശമാവാൻ കാരണം എന്താ? അതായത് ഒരു സാധനം, ഒരു ഓർഗനൈസേഷൻ അല്ല, ആ ഓർഗനൈസേഷൻ ഗവൺമെന്റിന്റെ ഓർഗനൈസേഷൻ. ഞാൻ അതാണ് മാൻഡേറ്റ് പറയാൻ നോക്കുന്നത്. ആ ഗവൺമെന്റിന്റെ ഒരു ഓർഗനൈസേഷൻ ഒരു സാധനം കൺട്രോൾ ചെയ്യുമ്പം അത് ഓരോരുത്തർക്ക് അലോക്കേറ്റ് ചെയ്യുന്നു, പ്രശ്നം കൊടുക്കുന്നു. അതിൽ പ്രൈവറ്റ് കമ്പനീസ് കോൾ മൈനിങ് കമ്പനീസ് ഇന്ത്യയിൽ പ്രൈവറ്റ് കമ്പനീസും ഉണ്ട്, പബ്ലിക് കമ്പനീസും ഉണ്ട്. ഇങ്ങനെയുള്ള കമ്പനീസ് ഏതെങ്കിലും ഒരാൾക്ക് സാധനം കൊടുക്കാന്ന് പറയുന്നു, അവരവർക്ക് കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് ഇവര് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. സ്വാഭാവികമായിട്ടും ഇവിടുന്ന് നമുക്ക് 4th സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്ത് കളയാം. 4th സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്ത് ബാക്കി നിങ്ങൾ നോക്കിക്കേ. 1 and 2 എന്തായാലും കറക്റ്റ് ആണെന്ന് മനസ്സിലായി. കാരണം അറ്റ്ലീസ്റ്റ് 2 എന്തായാലും ശരിയാവണം. 1 and 2 ആണ് ഇതിനകത്തുള്ള ഓപ്ഷൻസ്. മോണിറ്റർ പ്രോഗ്രസ് വരുന്നു, ഇത് വന്നു. ഇത് നോക്കിയേ, ഇറ്റ് ഹിയേഴ്സ് എനി ഒബ്ജെക്ഷൻസ് ടു ദി ഗവൺമെന്റ് അപ്ലിക്കേഷൻ റിലേറ്റഡ് ടു കോൾ ബിയറിംഗ് ഓപ്ഷൻസ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒബ്ജെക്ഷൻസോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ഹിയർ. ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് വരുമ്പോൾ അത് കേൾക്കില്ലേ ആ ഓർഗനൈസേഷൻ? ഇതും എന്താണ്, 3 സൈഡും എന്തിനെ നോക്കുന്നില്ല? ഇത് 3നെ നിങ്ങൾക്ക് ക്ലബ് ചെയ്തൂടെ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3ഉം എന്തുമായിട്ട് നിങ്ങൾക്ക് റിലേഷൻ തോന്നുന്നില്ലേ? ഒരു പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് തോന്നുന്നില്ലേ? 3ഉം ഒരു കോൾ കമ്പനി, കോള് ലൈസൻസ് കൊടുക്കുന്നു, കോളിന്റെ ഡാറ്റ എടുക്കുന്നു, കോളിന് ലൈസൻസ് കൊടുത്ത് നോക്കിക്കേ, ഇത് പ്രോഗ്രസ് മോണിറ്റർ ചെയ്യുന്നു. അപ്പൊ ഈ കോൾ ബ്ലോക്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്ഷൻ ഗവൺമെന്റ് സൈഡിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരോട് പോയി കംപ്ലൈന്റ് ചെയ്യാം. 3ഉം എന്താണ്, ഒരേ റിലേറ്റഡ് ക്ലബ്ഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ 3 ഒന്നിച്ചേ ശരിയാവുള്ളൂ, 3 ഒന്നിച്ചേ തെറ്റാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പൊ 1, 2, 3 എടുക്കാം. മാക്സിമം പോസിബിലിറ്റി. ഗോട്ട് ഇറ്റ്? മനസ്സിലായാലും ഒന്ന് തംസപ്പ് തന്നെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കിക്കേ. നേരത്തെ പോലെ തന്നെ ഫംഗ്ഷൻ മാൻഡേറ്റ് തന്നെ, അതേ ടെക്നിക്ക് തന്നെയാണ്. കൃത്യമായിട്ട് വായിക്കാം. വായിച്ചു കഴിഞ്ഞാൽ ആൻസർ കിട്ടി, അല്ലെങ്കിൽ ഒരു എലിമിനേഷൻ ആൻസർ അല്ല, എലിമിനേഷനുള്ള സാധനങ്ങളൊക്കെ കിട്ടിയ ഒരു മാത്രം തംസപ്പ് തരാം. അപ്പൊ എനിക്ക് ഏകദേശം നിങ്ങൾ എത്ര സമയം എടുത്തു എന്ന് അറിയാലോ. സെറ്റായോ? കിട്ടിയൊരു തംസപ്പ് തന്നെ. എന്തെങ്കിലും കിട്ടിയൊരു തംസപ്പ് തന്നെ. ഇത്ര സമയം എടുക്കാനേ ഇതിനകത്തുള്ളൂ, ഇനി കൂടുതൽ എടുക്കാനുള്ള സമയമില്ല. ഇത് ഈ ഒരു സമയത്തിനുള്ളിൽ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യണം. കാരണം നമുക്ക് വലിയ ക്വസ്റ്റ്യനിൽ കുറച്ചുകൂടി സമയം എടുക്കാം. ഇത് ഭയങ്കര ABCD ക്വസ്റ്റ്യൻ അല്ലേ? ഒരാൾക്കാണ് കിട്ടിയത്, ബാക്കിയുള്ളവർ കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കിക്കേ. വേഗം പതുക്കെ ഇനി കുറച്ച് ഫാസ്റ്റ് ആയിട്ട് റീഡ് ചെയ്തേ. ഓക്കെ, തമീമിന് കിട്ടി. ഞാൻ ഇപ്പൊ പറയും, അതിനു മുമ്പ് വേഗം പറയാം. ഇപ്പൊ പറയും ഉത്തരം, വേഗം കണ്ടെത്തുക. ഞാൻ നിങ്ങൾക്ക് പ്രഷർ തരുന്ന. ഓക്കെ, കിട്ടി. 3 പേർക്ക് കിട്ടി, 4 പേർക്ക് കിട്ടി, 5 പേർക്ക് കിട്ടി. Okay, fine. So question is, in India, which one of the following compiles information on industrial dispute, closures, retrenchments and layoff in factories employing workers? Okay. Option A, Central Statistical Officer. Option B, Department for Promotion for Industrial and Internal Trade. Option C, Labor Bureau. Option D, National Technical Manpower Information System. നിങ്ങൾ ഏത് ടെക്നിക്ക് ആദ്യം ഉപയോഗിച്ചത്? ആരെങ്കിലും ഒരാള്?
ഫസ്റ്റ് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്താ? വേർഡ് എക്സ്പാൻഷൻ ആണ് ചെയ്യേണ്ടത് അല്ലെ. ഓരോരോ വേർഡ്, കുറെ വേർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനർത്ഥം നമ്മൾ എവിടെയെങ്കിലും നമുക്ക് എന്തെങ്കിലും കിട്ടണം എന്നുള്ളതാണ് നമ്മൾ. വെരി ഗുഡ് മഞ്ജു. എവിടെയെങ്കിലും എന്തെങ്കിലും നമുക്ക് കിട്ടണം എന്നുള്ളതാണ് നമ്മൾ അവർ UPSC തന്നെ ഉദ്ദേശിക്കുന്നത്. ഒരെണ്ണം അറിയാത്തവനും വേറെ ഏതെങ്കിലും ഒരു സാധനം വെച്ച് കിട്ടണം. ഒന്ന് പറയുന്നത് ഇൻഫർമേഷൻ ഓഫ് കമ്പൈൽസ് ഇൻഫർമേഷൻ ഓൺ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് എന്ന് പറയുമ്പോൾ പ്രോബ്ലംസിനെ പറ്റി പറയുന്നു. ക്ലോഷർ ആൻഡ് റിട്രെച്ച്മെന്റ് ആൻഡ് ലേ ഓഫ് ഇൻ ഫാക്ടറീസ് എംപ്ലോയിങ് വർക്കേഴ്സ്. വർക്കേഴ്സിനെ എംപ്ലോയ് ചെയ്യുന്നതിന്റെ ലേ ഓഫിനെ പറ്റി, റിട്രെച്ച്മെന്റിനെ പറ്റി, എന്തെങ്കിലും ഡിസ്പ്യൂട്ടിനെ പറ്റി, ക്ലോഷറിനെ പറ്റി. അപ്പൊ ഇതൊക്കെ എന്തിനെ പറ്റിയാണ്? എല്ലാം ലേബേഴ്സിനെ പറ്റിയാണ്. ലേബേഴ്സിന്റെ ഡിസ്പ്യൂട്ട്, ലേബേഴ്സിന്റെ ക്ലോഷർ, ലേബേഴ്സിന്റെ എൻട്രച്ച്മെന്റ്, ലേബേഴ്സിന്റെ ലേ ഓഫ്, ഇതൊക്കെ കേൾക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ സി. ഏറ്റവും ആദ്യം ഏത് എലിമിനേറ്റ് ചെയ്ത് കളയാം? സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറിനെ വേണമെങ്കിൽ എലിമിനേറ്റ് ചെയ്യാം. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ എന്നാണ് വെറുതെ കണക്കെടുക്കുന്ന സാധനം അല്ലേ. ഡിസ്പ്യൂട്ട് കേൾക്കുന്നതല്ലോ. സ്റ്റാറ്റിക്കൽ കണക്ക് വെറുതെ എടുത്തു വെക്കുന്നു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻഡസ്ട്രി. വേർഡ് നോക്കിക്കുക, പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി. ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, അല്ലാതെ പ്രശ്നം ഉണ്ടാക്കാനുള്ളതല്ല. എലിമിനേറ്റ് ചെയ്ത് കളയുന്നു. നാഷണൽ ടെക്നിക്കൽ മാൻ പവർ ഇൻഫർമേഷൻ സിസ്റ്റം. പക്ഷെ നമ്മളോട് പറഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സാധനം ജനറൽ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവും ജനറൽ ആയിരിക്കണം. ഇവിടെ ടെക്നിക്കൽ മാൻ പവർ എന്നാ പറഞ്ഞിട്ടില്ല. ടെക്നിക്കൽ മാൻ പവറിനെ പറ്റിയാണ് ഇവിടെ ചോദ്യം. ഇവിടെ ജനറൽ അല്ലേ. ഫാക്ടറീസ് എംപ്ലോയിങ് വർക്കേഴ്സ്. ഫാക്ടറീസ് എംപ്ലോയിങ് വർക്കേഴ്സ്. ഇറ്റ് ഈസ് എനി ഫാക്ടറി വിച്ച് ക്യാൻ ബി ബോത്ത് ടെക്നിക്കൽ ആസ് വെൽ ആസ് നോൺ ടെക്നിക്കൽ. നാഷണൽ ടെക്നിക്കൽ മാൻ പവർ ഇൻഫർമേഷൻ സിസ്റ്റം. ജനറൽ ടേം വിൽ ലീഡ് ടു ജനറൽ ആൻസർ. സ്പെസിഫിക് ടേം മോസ്റ്റ്ലി സ്പെസിഫിക് ആയിരിക്കും. ഇതൊക്കെ പല കോണ്ടസ്റ്റ് വെച്ച് നോക്കണം, അത് മാത്രം വെച്ച് എടുക്കല്ലേ. അപ്പൊ ഇതിനെയും എലിമിനേറ്റ് ചെയ്ത ആൻസർ വിൽ ബി ഡയറക്റ്റ് ലേബർ ബ്യൂറോ. വെരി ഈസി ക്വസ്റ്റ്യൻ. ഇത് കിട്ടിയൊരു തംസപ്പ്? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കിക്കേ. സെയിം ഫംഗ്ഷൻ ആൻഡ് മാൻഡേറ്റ് തന്നെയാണ്. ഓരോ വേർഡും വായിക്കുക. എന്നിട്ട് അത് വെറുതെ വായിക്കുമ്പോൾ നിങ്ങളെ മനസ്സിലത് എന്താന്നുള്ളത് ചിലപ്പോൾ കയറില്ല. അപ്പൊ അതിന്റെ മലയാളം പറയുമ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ യഥാർത്ഥ മീനിങ്ങും നിങ്ങൾക്ക് റിലേറ്റീവും ഒക്കെ ചിലപ്പോൾ കിട്ടുക. അപ്പൊ നിങ്ങൾ ആ മലയാളമൊക്കെ ഒന്ന് പറഞ്ഞ് നോക്കണം കേട്ടോ. വെറുതെ വായിക്കുമ്പോൾ ഇതെങ്ങനെ അതെന്താന്നുള്ളൊരു ഇമേജ് കിട്ടുമ്പോഴാണ് നമുക്ക് കൂടുതൽ തിങ്കിങ് കപ്പാസിറ്റി കൂടുക. അപ്പൊ ഇമേജ് ഇപ്പൊ തിങ്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ഇമേജസ് ഒക്കെ വരൂലേ, അതുപോലെ അത് വരട്ടെ കേട്ടോ. ആ സാധനത്തിലേക്ക് എത്തണേ. നിങ്ങൾ പാസീവായിട്ട് വായിക്കരുത്, ആക്റ്റീവായിട്ട് വായിക്കണം. ശ്രദ്ധിച്ച് വായിക്കുക. ഓരോന്നിന്റെ ഫങ്ഷൻസ് എഴുതുക. അതിനെ പറ്റി എന്തായിരിക്കും അതിന്റെ വേർഡും അപ്പുറം ഇപ്പുറയൊക്കെ സെന്റൻസുകൾ മിനിസ്ട്രി ഒക്കെ ഉണ്ട്, അതൊക്കെ എന്തായിരിക്കും എന്നുള്ളതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യാം കേട്ടോ. നാഷണൽ ഓട്ടോമോട്ടീവ് ബോർഡ്. ക്വസ്റ്റ്യൻ വായിക്കാം. വിത്ത് റെഫറൻസ് ടു ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ് പേഴ്സ്. സമയം കഴിഞ്ഞു കേട്ടോ, ബാക്കിയുള്ളവർക്ക് സമയം ഏകദേശം കഴിഞ്ഞു. വേഗം ഫാസ്റ്റ് ആക്കി. കിട്ടിയൊരു തംസപ്പ് തന്നെ. വിത്ത് റെഫറൻസ് ടു ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ് പേഴ്സ്. വെരി ഗുഡ്. ഓർഗനൈസേഷൻ നാഷണൽ ഓട്ടോമോട്ടീവ് ബോർഡ്, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. കൊയർ ബോർഡ്, മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് നാഷണൽ സെന്റർ ഫോർ ട്രേഡ് ഇൻഫർമേഷൻ. അതിന്റെ നേരെ മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം ഓന്റർപ്രണേഴ്സ്. ഇതിൽ ഏത് ഒക്കെയാണ് ശരി എന്നാണ്? മാച്ച് ദ ഫോളോയിങ് ആണ് ചോദ്യം. ഇതിൽ നിങ്ങൾ ആദ്യം എലിമിനേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഏതായിരിക്കും? ഫസ്റ്റ് ഏത് സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യും? ഒബ്വിയസ്ലി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഡയറക്റ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യും. കാരണം കൊയർ ബോർഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കയറിൽ ഹെവി ഇൻഡസ്ട്രി ആയിരിക്കില്ലല്ലോ ലോക്കൽ അല്ലേ. എന്തായിരിക്കും? മൈക്രോ സ്മോൾ മീഡിയം ഇൻഡസ്ട്രി പോലെയുള്ള ഇൻഡസ്ട്രീസ് ആയിരിക്കും വന്നിരുന്നെങ്കിൽ നമ്മൾ ശരിയിട്ടേനെ. പക്ഷെ ഇവിടെ എത്തിയിരിക്കുന്നത് എന്താണ്? ഹെവി ഇൻഡസ്ട്രീസ് ആണ്. ആദ്യം രണ്ടിനെ ഒഴിവാക്കി. ഇനി അങ്ങനെ രണ്ടിനെ ഒഴിവാക്കി എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായി ഇത് ഏകദേശം നമ്മൾ ഒരു ഹെവി ഇൻഡസ്ട്രി അല്ലാന്ന് വെച്ചാൽ. ഇനി ഏതെങ്കിലും ഒഴിവാക്കാനുണ്ടോ?
ഇനി ഏത് ഒഴിവാക്കാം? മാച്ച് ആവുന്നുണ്ടോ നോക്കിക്കേ. 3 ഒഴിവാക്കാം. നാഷണൽ സെന്റർ ഫോർ ട്രേഡ് ഇൻഫർമേഷൻ അല്ലെ. 3 തന്നെ നമുക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ മൈൻഡിൽ എപ്പോഴും ക്ലിയർ ആയിട്ട് വേണം. ഹെവി ഇൻഡസ്ട്രീസ് എന്തിനെ പറ്റിയായിരിക്കും? ഭയങ്കര ഹെവി സംഭവമുള്ള സാധനങ്ങളെ പറ്റിയായിരിക്കും. ഇത് എന്തായിരിക്കും? മിനിസ്ട്രി ഓഫ് കൊമേഴ്സ്, ജനറൽ ആണ്. നോക്കിക്കേ, ജനറൽ ടേം ആണ്. അപ്പൊ ഒരു സാധനത്തിന് ഒരു ഇൻഡസ്ട്രിയിലെ മാത്രമായിട്ടായിരിക്കില്ല പറയാ, പക്ഷെ ഇത് ഭയങ്കര സ്പെസിഫിക് ആണ് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ പല സാധനങ്ങളും വെച്ച് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കണേ. ഓക്കെ, ഇനി 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒഴിവാക്കാൻ നോക്കും. കാരണം എന്താ? നാഷണൽ സെന്റർ ഫോർ ട്രേഡ് ഇൻഫർമേഷൻ. ട്രേഡ് ഒരു ജനറൽ ടേം അല്ലേ? അത് മൈക്രോ സ്മോൾ മീഡിയം ഇൻഡസ്ട്രീസിക്ക് മാത്രം ഉള്ളതാണോ നാഷണൽ ട്രേഡ് ഇൻഫർമേഷൻ? അല്ലല്ലോ, ഒരിക്കലും വരില്ല. നേരെ വെട്ടി. ട്രേഡ് ഈസ് എ ലാർജർ ടേം. മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ് മാത്രമേ ഉള്ളൂ. വെട്ടി. ഇനി എന്തെങ്കിലും വെട്ടാനുണ്ടോ? കാരണം നമുക്ക് ഇവിടുന്ന് പുറത്തുള്ള ഇൻഫർമേഷൻ ഉണ്ടായിരുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇനി ഏതെങ്കിലും വെട്ടാൻ പറ്റുമോ നിങ്ങൾക്ക്? ഒന്നുകൂടി ആലോചിക്കേ. മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് എന്ന് പറഞ്ഞൊരു മിനിസ്ട്രി ആണ്. ഇത് രണ്ടും ബോർഡാണ്. കണ്ടോ? ബോർഡ് ഇത് രണ്ടും ബോർഡ്സ് ആണ്. ബോർഡ്സ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആണ്. ഇതെന്താ? വളരെ ജനറൽ ആയ സാധനമാണ്. നാഷണൽ ഓട്ടോമേറ്റീവ് ബോർഡ് എന്ന് പറയുമ്പം ആ ബോർഡ് എങ്ങനെ മിനിസ്ട്രി ഓഫ് കൊമേഴ്സിന്റെ അണ്ടറിൽ വരും? ഇറ്റ് വിൽ ബി കംസ് അണ്ടർ മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് അല്ലേ. ഓട്ടോമേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്, ലോറി, ബൈക്ക്, ജീപ്പ്, അങ്ങനെ വലിയ വലിയ സാധനം ഉണ്ടാക്കുന്ന സാധനം. അപ്പൊ അതിനകത്ത് കുറച്ചുകൂടി ഹെവി ഇൻഡസ്ട്രീസ് അല്ലേ വരുന്നത്. ഇനിയേ ഇതെങ്ങനെയാ ചിന്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല്, ബേസിക്കലി ഈ 3 പേരിലുള്ള സാധനങ്ങൾ നിങ്ങൾ ചിന്തിക്കുമ്പം ഇതിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് മാത്രം കാണരുത് കേട്ടോ. അതായത് ഈ സാധനങ്ങളെ പറ്റിയാണ് നിങ്ങൾ ആലോചിക്കണം അന്നേരം ഇവരെന്തൊക്കെ ചെയ്യുന്നുള്ളത്. കാരണം ഇവിടെ ശരിക്കും ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആക്കിയിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഞാനിപ്പം ബേസിക് ആയിട്ട് ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാനേ. നാഷണൽ ഓട്ടോമേറ്റീവ് ബോർഡ് എന്ന് പറഞ്ഞിട്ട് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് കൊടുത്തു. പക്ഷെ മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ല. ഈ ഒരു ഓപ്ഷനെ അവിടെ നിന്ന് എടുത്തു കളഞ്ഞേ. എന്നിട്ട് ഈ 2 സാധനം മാത്രമേ ഉള്ളൂ. അപ്പൊ ഹെവി ഇൻഡസ്ട്രി ഒരിക്കലും നമ്മൾ മൈൻഡിലേക്ക് നമുക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റില്ല പെട്ടെന്ന്. ഞാൻ പറയുന്ന റിയാലിറ്റിയിലെ പേരിലാണ്. എക്സാമിനേഷനിൽ ഉള്ളിലിരിക്കുമ്പോൾ നാഷണൽ ഓട്ടോമേറ്റീവ് ബോർഡ് വായിച്ചു, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് വായിച്ചു, 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് നാഷണൽ സെന്റർ ഫോർ ട്രേഡ്, മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ഇൻഡസ്ട്രി. എന്തായാലും ഇത് അല്ല നമുക്കറിയാം. അപ്പൊ നമുക്ക് ഒരിക്കലും പക്ഷെ ഇത് മിനിസ്ട്രി ഓഫ് ഹെവി ആണെന്ന് ചിന്തിച്ചെടുക്കാനേ പറ്റില്ല. കാരണം അങ്ങനെ ഒരു ഇൻഫർമേഷൻ നമ്മുടെ ബ്രെയിനിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ ബ്രെയിനിലേക്ക് തരാത്തൊരു ഇൻഫർമേഷൻ നമുക്ക് എടുക്കാൻ പറ്റില്ല. പെട്ടെന്ന് ഔട്ട് ഓഫ് നോവെയർ ചെറിയ സമയത്തിനുള്ളിൽ എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട്. അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും കണ്ട് വായിച്ച് പരിചയമുണ്ടാവണം. പക്ഷെ ഇവിടുത്തെ ഗുണം എന്താ? ഇവിടെ ഓൾറെഡി ആ ഇൻഡസ്ട്രീന്റെ പേര് തന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ ചിന്തിക്കുമ്പം ഇതുമായിട്ട് കോറിലേറ്റ് ചെയ്തുകൂടി ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പൊ പെട്ടെന്ന് ആൻസർ കിട്ടാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ഇതെന്താണ് ബേസിക്കലി? ശരിക്കും ഇതിങ്ങനെയും ഇതിങ്ങനെയുമാണ് ബേസിക്കലി കേട്ടോ. ഇത് ജനറൽ സ്റ്റേറ്റ്മെന്റ്, ജനറൽ സ്ക്വയർ ബോർഡ്, ചെറുത്, സ്മോൾ. ബേസിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ചെയ്യാൻ പറ്റും. എല്ലാം തെറ്റായിരിക്കും. എല്ലാം ഇനി പൊതുവെ പിള്ളേർക്ക് ഒരു ബയാസ്നെസ് ഉണ്ട്. എല്ലാ ഓപ്ഷനും തെറ്റില്ല ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ. അങ്ങനെയൊന്നും ഒരു ബയാസ്നെസ് വെക്കരുത്. മാക്സിമം എലിമിനേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ നോക്കണം കേട്ടോ. ബയാസ്നെസിന്റെ ആവശ്യമില്ല. പൊതുവെ ഇങ്ങനെ എല്ലാം തെറ്റുന്ന ഓപ്ഷൻസ് ഭയങ്കര കുറവാണ്. പക്ഷെ അതിന്റെ അർത്ഥം എല്ലാം ഒരിക്കലും തെറ്റില്ല എന്നുള്ളതല്ല. ഓക്കെ, ക്ലിയർ ആയോ? എക്സ്ക്യൂസ് മീ സാർ, ഞാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു. ജസ്റ്റ് ആ മെത്തേഡ് എങ്ങനെയാണെന്ന് ജസ്റ്റ് ബ്രീഫ് ചെയ്യാൻ പറ്റുമോ സാർ? ഏത് മെത്തേഡാ വേണ്ട? ഈ ഫങ്ഷണൽ മാൻഡേറ്റ് അല്ലേ? അതെ, ഞാൻ തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവേ. പറയാം. അത് പറയുന്നതിന്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ മറ്റേത് ഓൾറെഡി എല്ലാരും കേട്ടില്ല. അപ്പൊ അവര് വെറുതെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഞാൻ പറയാം. ബേസിക്കലി നമ്മൾ നോക്കേണ്ടത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും. ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫംഗ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചല്ലോ എല്ലാവരും. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും, ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫംഗ്ഷൻസ് ഉണ്ടാവും അല്ലെ. ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും. ഇൻസ്റ്റിറ്റ്യൂഷന് കുറച്ച് മാൻഡേറ്റ്സ് ഉണ്ടാവും. അതായത് എന്തിനാണ് നമ്മൾ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. ആ മാൻഡേറ്റിനനുസരിച്ചായിരിക്കും ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫംഗ്ഷൻ. ഇതിൽ എവിടെയെങ്കിലും മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ ആ ഓപ്ഷൻ തെറ്റായിരിക്കും എന്നാണ് നമ്മൾ ഇന്ന് പറഞ്ഞ ടെക്നിക്ക് കേട്ടോ. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പറഞ്ഞുതരാം. നന്ദ ക്ലിയർ ആയോ? ക്ലിയർ ആയി സാർ. ഓക്കെ, ജസ്റ്റ് ഒന്ന് അല്ലെങ്കിൽ ഇതൊന്ന് കഴിഞ്ഞിട്ട് ആ ഫസ്റ്റ് ജസ്റ്റ് പോർഷൻ ഒന്ന് കേട്ടാൽ മതി കേട്ടോ. ക്വസ്റ്റ്യൻ ചെയ്യുന്നവരെ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ക്ലിയർ ആയിട്ട് വായിക്കുക, കൃത്യമായിട്ട് വായിക്കുക. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി ആലോചിക്കുക. ഇൻസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെയൊക്കെ പോസിബിൾ ആണോ എന്ന് ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഉത്തരം എന്നുള്ളതൊക്കെ ആലോചിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ ഞാൻ ഒരു തവണ എല്ലാവർക്കും വേണ്ടി വായിച്ചു തരാം. വിത്ത് റെഫറൻസ് ടു ദ യുണൈറ്റഡ് നാഷണൽ ജനറൽ അസംബ്ലി കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. First statement, the UN General Assembly can grant observer status to non-member states. Second statement, intergovernmental organization can seek observer status in the UN General Assembly.
Third statement, permanent observers in the UN General Assembly can maintain mission at the UN headquarters. ഓപ്ഷൻ നോക്കുമ്പോൾ ഒരു ഇൻഫറൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് നിങ്ങൾ ആദ്യം അത് കണ്ടെത്തുക. ഇനി വായിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ബേസിക്കലി 2 ഓപ്ഷൻ അറ്റ്ലീസ്റ്റ് എന്തായിരിക്കും ശരിയായിരിക്കും. ഓക്കെ, കിട്ടിയവരൊക്കെ ഒന്ന് തംസപ്പ് തന്നെ. ഇല്ല, കുറച്ച് 3 സ്റ്റേറ്റ്മെന്റുകളാണ്. നേരത്തെ തന്നെക്കാട്ടും കുറച്ച് സമയം കൂടി എടുക്കാം. ചില ആളുകൾക്ക് വായിക്കുമ്പോൾ വെപ്രാളം ഉണ്ടാവും. വെപ്രാളം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പണ്ടൊക്കെ ഞാൻ എനിക്കൊക്കെ വായിക്കുമ്പോൾ ഞാൻ ചില സാധനങ്ങളൊന്നും കാണുമൊന്നുമില്ല. അതായത് ഒന്ന് വായിച്ചങ്ങ് പോകും. അത് ജി കാണുമ്പോഴേക്കും അതെന്താന്ന് ഞാൻ അസ്യൂം ചെയ്ത് ചിലപ്പോൾ നമ്മളങ്ങ് വായിക്കും. അങ്ങനെ ഒരു പ്രശ്നം ചില ആളുകൾക്ക് ഉണ്ടാവും. ഒരു കോമൺ ആയിട്ട് കുറെ പേർക്ക് ഉണ്ടാവുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പൊ സ്പീഡി വായിക്കുമ്പോൾ ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. നിങ്ങൾ പിന്നീട് കൂളായി വായിക്കുമ്പോൾ ആ വേർഡ് കാണുന്നു, അല്ലാത്തപ്പോൾ ആ വേർഡ് കാണുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബി മൈൻഡ്ഫുൾ ഓഫ് ദാറ്റ്. അത്രയും ചെയ്താൽ മതി. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തോളും, സ്വാഭാവികമായിട്ടും സ്വന്തം ആ സ്റ്റേറ്റ്മെന്റ് വീണ്ടും വീണ്ടും വായിക്കണം. അതിനെപ്പറ്റി അറിവില്ലാതിരിക്കുമ്പോഴാണ് നമ്മൾ അത് തെറ്റിക്കുക. അപ്പം ബി മൈൻഡ്ഫുൾ ഓഫ് ദാറ്റ്. സ്പീഡി പെട്ടെന്ന് വായിക്കുമ്പോൾ എന്റെ സ്റ്റേറ്റ്മെന്റ് മിക്സ് ആയി പോകുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ അത് വരച്ച് വായിക്കുക. ഓക്കെ, ആകാശിന് കിട്ടി എന്ന് പറയുന്നു. ബാക്കിയുള്ളവര് ടൈമായേ, പതുക്കെ ഒന്നുകൂടി ഒന്ന് വേഗം ഫാസ്റ്റ് ആക്കി ഇങ്ങനെ ഒന്നുകൂടി വായിച്ചേ. കിട്ടിയവരൊന്ന് തംസപ്പ് തന്നെ. ആകാശ് മാത്രമാണ്, നന്ദക്ക് കിട്ടി, ഗൗതം കിട്ടിയല്ലായിരിക്കും. ഓക്കെ, ഇതിനകത്ത് പറയുന്നത് ഫസ്റ്റ് ഏതൊക്കെ ടെക്നിക്ക് ഉപയോഗിക്കാം. നമ്മൾ വെറുതെ ഒന്ന് ആദ്യം ടെക്നിക്ക് ഒന്നും ഉപയോഗിക്കേണ്ട, വായിച്ചു നോക്കുക. യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ഫസ്റ്റ് ടെക്നിക്കിന്റെ കൂടെ മാക്സിമം ചെയ്യാൻ പറ്റുന്നത് വേർഡ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കാം എന്നുള്ളത് മാത്രം. വേർഡ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് മാത്രം ഇരിക്കുക എന്നുള്ളത് മാത്രമാണ് ആദ്യം ചെയ്യാൻ പറ്റുന്ന ടെക്നിക്ക്. കാരണം നമ്മൾ ബയാസ്ഡ് ആവാൻ പാടില്ല. അപ്പൊ UN ജനറൽ അസംബ്ലി ക്യാൻ ഗ്രാൻഡ് ഒബ്സർവേഴ്സ്. അപ്പൊ നമുക്കിവിടെ എന്താ ഒരു വേർഡ് കിട്ടിയത്, ഫ്ലാഗിങ് സ്റ്റേറ്റ്മെന്റ് കിട്ടി അല്ലെ. ക്യാൻ, ഒരു ഫ്ലാഗ് കിട്ടി, ശ്രദ്ധിക്കണം. ഇന്റർ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ക്യാൻ സീക്ക്. സെക്കൻഡ്, ഒബ്സർവർ സ്റ്റാറ്റസ് യുണൈറ്റഡ് ജനറൽ അസംബ്ലി ക്യാൻ മെയിൻറ്റെയിൻ. 3-ൽ ഒരു ജനറൽ സാധനമുണ്ട്. 3 എന്താണ്, പോസിബിലിറ്റികളെ പറ്റി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ. കിട്ടിയോ? 3 നമ്മൾ എങ്ങനെയാ റെഡ് ഫ്ലാഗുകൾ പിടിക്കുന്നത് മനസ്സിലായി. 3 സാധനങ്ങളെ കിട്ടി. ഇനി 3 ക്യാൻ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി ഫ്ലാഗ് ആണ്. അത് ദാറ്റ് മീൻസ് ജനറൽ ആയിട്ടുള്ള പറയുന്ന സാധനമാണ്. UN ജനറൽ അസംബ്ലി ക്യാൻ. ഇതിനകത്ത് ഏറ്റവും തെറ്റാൻ ചാൻസ് ഉള്ള സ്റ്റേറ്റ്മെന്റ് എന്താ? ഇതിനകത്ത് ക്ലബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റാണ് ക്ലബ് ചെയ്യും? ക്ലബ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകൾ ക്ലബ് ചെയ്യും? ഏകദേശം എല്ലാ സ്റ്റേറ്റ്മെന്റും ഒരേപോലെ അല്ലേ? നിങ്ങൾ നോക്കി 1 and 2 ആണോ? ബാക്കി മൂന്നാമത്തെ എന്താ പ്രശ്നം? പെർമനന്റ് ഒബ്സർവേഴ്സ്. ഞാനൊരു പെർമനന്റ് ഒബ്സർവർ ആണ്, ഞാൻ അവിടെ തന്നെ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ജനറൽ അസംബ്ലിയിൽ ഒരു ക്യാൻ മെയിൻറ്റെയിൻ, നിർബന്ധം പറയുന്നൊന്നുമില്ല. ദർ ഇസ് എ പോസിബിലിറ്റി ദാറ്റ് എനിക്കൊരു മിഷൻ ഹെഡ്ക്വാർട്ടേഴ്സിൽ സെറ്റ് ചെയ്യാം. ഒരു സ്ഥലത്ത് ഒരു പർട്ടിക്കുലർ ഒരു 2 പേരെ, ഞാൻ എന്തായാലും പെർമനന്റ് ആണ്. അപ്പൊ എനിക്ക് 2 മിഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവിടെ വെടിവെക്കുന്ന ആളുകളല്ല. നമ്മൾ ഇവിടുന്ന് നമ്മുടെ രാജ്യത്ത് നിന്ന് 2 പേരെ അവിടെ സെൻഡ് ചെയ്ത് അവിടെ നിർത്തുന്നു, നമ്മളെ UN-ഉമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരാളെ നിർത്തുന്നു. അപ്പൊ ഒരു മിഷൻ എനിക്ക് അങ്ങോട്ട് സെൻഡ് ചെയ്യാം. ഒരു പെർമനന്റ്, ഇനി ആ മിഷൻ എന്താണെന്ന് അറിയണ്ട, നോക്കിക്കേ. പെർമനന്റ് ഒബ്സർവർ ഇൻ UN ജനറൽ അസംബ്ലി ക്യാൻ മെയിൻറ്റെയിൻ എ മിഷൻ അറ്റ് UN ഹെഡ്ക്വാർട്ടേഴ്സ്. ഞാൻ പെർമനന്റ് ആണ്, നാളെ പോകേണ്ട കാര്യമില്ല. പെർമനന്റ് ഒബ്സർവർ ആണ്. പോസിബിൾ അല്ലേ? യെസ്, പോസിബിൾ ആണെന്ന് തോന്നുന്നവർക്കൊന്ന് തംസപ്പ് തന്നെ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ജനറൽ അസംബ്ലി ക്യാൻ ഗ്രാൻഡ് ഒബ്സർവർ സ്റ്റാറ്റസ് ഇൻ നോൺ മെമ്പർ സ്റ്റേറ്റ്സ്. ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ സ്റ്റേറ്റ്മെന്റിലെ
അതും ശരിയല്ലേ? ഈ ഒബ്സർവ് സ്റ്റാറ്റസ് നമ്മൾ മെമ്പർ സ്റ്റേറ്റിനാണ് കൊടുക്കുക, നോൺ മെമ്പർ സ്റ്റേറ്റ്സിനാണ് കൊടുക്കുക? ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പൊ നമ്മൾ G20 ഒബ്സർവ് സ്റ്റാറ്റസ് കൊടുക്കാറുണ്ട്, ബ്രിക്സിന് ഒബ്സർവ് സ്റ്റാറ്റസ് കൊടുക്കാറുണ്ട്. ഒരു നോൺ മെമ്പറിന് ഒബ്സർവ് സ്റ്റാറ്റസ് കൊടുക്കണ്ടല്ലോ, അയാൾ ഉള്ളിലാണല്ലോ ഏകദേശം. ഒബ്സർവ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ അയാളോട് വന്ന് വെറുതെ പങ്കെടുത്തോ, ഇവിടെ വന്നിരുന്ന് പങ്കെടുക്കുന്ന പറയുന്നതാണല്ലോ ഒബ്സർവ് സ്റ്റാറ്റസ്. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് UN ജനറൽ അസംബ്ലി ക്യാൻ ഗ്രാന്റ് എ സ്റ്റാറ്റസ് ടു നോൺ മെമ്പർ സ്റ്റേറ്റ്. അത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷന് വേണമെങ്കിലും ഒരു ഒബ്സർവ് സ്റ്റാറ്റസ് ആർക്ക് വേണമെങ്കിലും കൊടുത്തൂടെ? ഒരു പ്രശ്നമില്ല, ക്യാൻ. നോൺ മെമ്പറുമാണ്, അപ്പൊ പിന്നെ അവിടെ ഒരു കോൺഫ്ലിക്റ്റേ ഇല്ല. നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഞാൻ ഇങ്ങനെ ആക്കിന്ന് വെച്ചോ, അപ്പൊ പിന്നെ അതിനകത്തൊരു തെറ്റുണ്ട്. ബേസിക്കലി മെമ്പറിന് ആരും ഒബ്സർവ് സ്റ്റാറ്റസ് കൊടുക്കേണ്ട കാര്യമില്ല, അത് അയാൾ ഓൾറെഡി മെമ്പറാണ്, അപ്പൊ അയാൾ ഓൾറെഡി ഒബ്സർവ് ആണ്. അപ്പം കണ്ടില്ല, വളരെ കൺസിസ്റ്റന്റ് ആ സ്റ്റേറ്റ്മെന്റ്. 2, ഇന്റർ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ക്യാൻ സീക്ക്. ഇന്റർ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ക്യാൻ സീക്ക്. തരുന്നു പോലും പറഞ്ഞിട്ടില്ല, തരുവോ എന്ന് ചോദിക്കാം എന്നാ പറഞ്ഞത്. ഇപ്പൊ അതിപ്പോ എനിക്ക് നാളെ പോയിട്ട് UN ഒരു മെയിൽ അയച്ചൂടെ, UN എനിക്കൊരു ഒബ്സർവർ സ്റ്റാറ്റസ് തരുവോ? അത്രയും ജനറൽ ആയിട്ട് വേണമെങ്കിൽ വരെ എനിക്ക് ആലോചിച്ചൂടെ? നിങ്ങൾ ആലോചിക്ക്, എനിക്ക് ഒബ്സർവർ സ്റ്റാറ്റസ് തരുമെന്ന് മെയിൽ അയച്ചു കഴിഞ്ഞാൽ ഞാൻ സീക്ക് ചെയ്തില്ലേ? അപ്പം ക്യാൻ സീക്ക്. ഒരു ഇന്റർ ഗവൺമെന്റ് ഓർഗനൈസേഷൻ, ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ IUCN, അല്ലെങ്കിൽ പോട്ടെ നമ്മൾ ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേരിയസ് ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ഒക്കെ പോയിട്ട് ഞങ്ങൾക്ക് ഒബ്സർവർ സ്റ്റാറ്റസ് വേണമെന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്തൂടെ? സീക്ക് ചെയ്തൂടെ? കൊടുക്കുന്നു പറഞ്ഞിട്ടില്ല, സീക്ക് ചെയ്യുന്നേ പറഞ്ഞുള്ളൂ. ശരിയല്ലേ? തംസപ്പ് തരുമോ? ശരിയാന്ന് തോന്നുന്നവർക്ക്? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു, എന്തായാലും ശരിയാവാനായിരിക്കും ചാൻസ് കൂടുതൽ. 3ഉം ക്ലബ് ചെയ്യാൻ പറ്റും, 3ഉം ഇവിടെ എന്തായിരിക്കും ശരിയായിരിക്കും കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ചെയ്തേ. ഇവിടെ 3 കോളം ഉണ്ട്, അപ്പൊ 3 കോളവും തമ്മിൽ മാച്ച് ആവണം. 3 ഇൻഫർമേഷൻസ്. അപ്പൊ മൊത്തത്തിൽ നമുക്ക് ഇവിടെ 6 എത്ര ഇൻഫർമേഷൻ ഉണ്ട്? 9 ഇൻഫർമേഷൻസ് ഉണ്ട്. 9 കോമ്പിനേഷൻസ് നമുക്ക് ഇതാണ്. ഇത് ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ തെറ്റിക്കഴിഞ്ഞാൽ, 3-ൽ 1 തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തെറ്റി. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ആയിട്ട് ഈ വർഷങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര കറണ്ട് അഫയേഴ്സ് ഉള്ള ഒരു ചോദ്യമായിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷം ചോദ്യമാണ്, പക്ഷെ ഓൾവേസ് ദർ ഇൻ കറണ്ട് അഫയേഴ്സ്. വേറെ ഇപ്പോഴൊക്കെ വരുന്നത് മാക്സിമം ഓക്കെ. ഇത് കുറച്ച് സമയം എടുക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് 3 സ്റ്റേറ്റ്മെന്റ്, അപ്പൊ നിങ്ങൾക്ക് സമയം സ്പെൻഡ് ചെയ്യാം. ഇവിടെ സമയം സ്പെൻഡ് ചെയ്യുന്നതാണ് നമ്മൾ മറ്റേ സ്ഥലങ്ങളിൽ കട്ട് ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാം. 3 കോളം ഉണ്ട്. ഫസ്റ്റ് കോളം ഓർഗനൈസേഷൻ, സെക്കൻഡ് കോളം സം ഓഫ് ഇറ്റ്സ് ഫംഗ്ഷൻസ്, തേർഡ് കോളം ഇറ്റ്സ് വർക്ക്സ് അണ്ടർ എന്നാണ്. ഫസ്റ്റിൽ ഡയറക്ടർ ഓഫ് എൻഫോഴ്സ്മെന്റ്, സെക്കൻഡ് കോളത്തിൽ എൻഫോഴ്സ്മെന്റ് ഓഫ് ദ ഫുജിറ്റീവ് എക്കണോമിക് ഒഫൻഡർ ആക്ട് 2018, തേർഡ് കോളത്തിൽ ഇന്റേണൽ സെക്യൂരിറ്റി ഡിവിഷൻ 1, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ ഡയറക്ടർ ഓഫ് റവന്യൂ ഇന്റലിജൻസ്, എൻഫോഴ്സ്മെന്റ് പ്രൊവിഷൻ ഓഫ് ദ കസ്റ്റംസ് ആക്ട് 1962, തേർഡ് കോളത്തിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ, മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. തേർഡ് സ്റ്റേറ്റ്മെന്റിൽ ഫസ്റ്റ് കോളത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് സിസ്റ്റം ആൻഡ് ഡാറ്റ മാനേജ്മെന്റ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് തന്നെ സെക്കൻഡ് കോളത്തിൽ ക്യാരിങ് ഔട്ട് ദ ബിഗ് ഡാറ്റ അനാലിറ്റിക്സ് ടു അസിസ്റ്റ് ടാക്സ് ഓഫീസേഴ്സ് ഫോർ ബെറ്റർ പോളിസി ആൻഡ് നാബിംഗ് ടാക്സ് ഇവേഡേഴ്സ് കേട്ടോ. മൂന്നാമത്തെ ഇറ്റ് വർക്ക്സ് അണ്ടറിൽ മൂന്നാം സ്റ്റേറ്റ്മെന്റിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ ആൻഡ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. കിട്ടിയവരൊന്ന് ജസ്റ്റ് തംസപ്പ് തരാവോ? ആലോചിക്കുക, കൃത്യമായിട്ട് ആലോചിക്കുക, മാക്സിമം സമയം ഇരുന്ന് ആലോചിച്ച് വെറുതെ ഇരിക്കരുത് കേട്ടോ.
ഓക്കെ, ഇതിനകത്ത് നിങ്ങൾ ആദ്യം ഏത് എലിമിനേറ്റ് ചെയ്യുന്നു പറയാവോ? എലിമിനേറ്റ് ചെയ്യാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഏത് എലിമിനേറ്റ് ചെയ്യും? മൂന്ന് എലിമിനേറ്റ് ചെയ്യുന്നത്. മൂന്ന് എലിമിനേറ്റ് ചെയ്യാൻ കാരണം എന്താ? ഓക്കെ, ഒന്ന് എലിമിനേറ്റ് ചെയ്തു, രണ്ടുപേരുണ്ട് അല്ലെ? ഓക്കെ ഓക്കെ ഓക്കെ, ഒന്ന് എലിമിനേറ്റ് ചെയ്യുന്ന പറയുന്നൊരു, ഒന്ന് എലിമിനേറ്റ് ചെയ്യുന്ന പറയുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. വെരി ഗുഡ്. ഓക്കെ, റീസൺ എന്താണ്? ഡയറക്ടർ ഓഫ് എൻഫോഴ്സ്മെന്റ് എന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്ന ഫുജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സിനെ പിടിക്കുന്ന പറയുന്നത്. എക്കണോമിക് ഒഫൻഡേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് നിങ്ങൾക്ക് അറിയുന്ന ഒരു എക്കണോമിക് ഒഫൻഡറിന്റെ പേര് പറയാവോ? ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കുറെ ആളുണ്ട്, നിങ്ങൾക്ക് ആരെങ്കിലും അറിയുമെന്ന് അറിയാൻ വേണ്ടിട്ടാ. വിജയ് മല്ലയ. വിജയ് മല്ലയ്യ വിജയ് മല്ലയ്യ മറ്റേ മല്ലയ്യ മല്ലയ്യ കേൾക്കേണ്ടത്. ഓക്കെ, സോ വിജയ് മല്യ ഉണ്ട് അല്ലെ? ഇവരൊക്കെ എന്താണ്? എക്കണോമിക് ഫുജിറ്റീവ് എക്കണോമിക്സ് ഉണ്ട്. ഇവരൊക്കെ എന്താണ്? പൈസയൊക്കെ മുങ്ങി, ടാക്സ് ഒക്കെ വെട്ടിച്ച് മുങ്ങിപ്പോയവരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ടാക്സ് റിലേറ്റഡ് ആയ, എക്കണോമിക്കൽ റിലേറ്റഡ് ആയ സാധനം മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് വരുമോ? ഇല്ലല്ലോ. ഏതായിരിക്കും വരിക? മിനിസ്ട്രി ഓഫ്, പറയാമോ? മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആയിരിക്കും വരിക. എക്കണോമിക്കലായിട്ടുള്ള സാധനമാണ്. സോ അതങ്ങ് ഒഴിവാക്കി. ഇനി വേറെ എന്തെങ്കിലും ഒഴിവാക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആർക്ക് ഇവിടെ മിസ്മാച്ച് തോന്നുന്ന? ആരോ മഞ്ജു പറഞ്ഞു ഡാറ്റ റവന്യൂ മിസ്മാച്ച് അല്ലെ? ജനറൽ ഡയറക്ടർ ഓഫ് സിസ്റ്റംസ് ആൻഡ് ഡാറ്റ മാനേജ്മെന്റ്, ഡയറക്ടർ ജനറൽ ഓഫ് സിസ്റ്റംസ് ആൻഡ് ഡാറ്റ മാനേജ്മെന്റ്, ഡയറക്ടർ ജനറലത്തിന്റെ സിസ്റ്റത്തിന്റെയും ഡാറ്റകളെയും മാനേജ് ചെയ്യുന്ന ഒരു ഡയറക്ടർ ജനറൽ. ഇങ്ങനെ ഒരു പേരുള്ള ഒരു ഓർഗനൈസേഷൻ ഇടുവാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ, ഡയറക്ടർ ജനറൽ ഓഫ് സിസ്റ്റം ആൻഡ് ഡാറ്റ മാനേജ്മെന്റ് ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ അവർ ബിഗ് ഡാറ്റ അനാലിസിസ് ചെയ്യുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവർ ടാക്സിന് അണ്ടറിൽ, ഈ റവന്യൂവിന്റെ അണ്ടറിലാണ് വരിക, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. ഇവർക്ക് എന്ത് ചെയ്യാം? ടെക്നോളജി ബേസ് ചെയ്ത് വരുന്ന സാധനങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുക്കായിരുന്നു. പക്ഷെ ഇത് രണ്ടും നോക്കുമ്പോൾ നമുക്ക് ഇവിടെ മാച്ച് തോന്നുന്നുണ്ട് അല്ലെ? നോക്കിയ സെക്കൻഡ് കോളവും തേർഡ് കോളവും തമ്മിൽ മാച്ചിങ് അല്ലേ? മാച്ചിങ് ആണ്. പക്ഷെ ഫസ്റ്റ് കോളം തമ്മിൽ മാച്ചിങ് ആണോ? അല്ല. ഇതിനെ എലിമിനേറ്റ് ചെയ്യാം. പക്ഷെ ഈ റവന്യൂ, ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അണ്ടറിലും എന്തുണ്ട്? ബിഗ് ഡാറ്റ അനാലിസിസ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അതിന് വേറെ ഓർഗനൈസേഷൻ ആണ് വരുന്നത് എന്ന് മാത്രം. പക്ഷെ അത് റവന്യൂവിന്റെ പേര് അതിനകത്ത് ഉണ്ട്. റവന്യൂ ഇന്റലിജൻസ് ആ രീതിയിൽ തന്നെ പേര് ആ ഓർഗനൈസേഷനിൽ ഉണ്ട്. ഇവിടെ വെറുതെ ഡയറക്ടർ ജനറൽ ഓഫ് സിസ്റ്റംസ് ആൻഡ് ഡാറ്റ മാനേജ്മെന്റ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ റവന്യൂ ആണ് കൊടുത്തിരുന്നത്. തെറ്റി. ഇത് നോക്കിയേ, ഡയറക്ടർ ഓഫ് റവന്യൂ ഇന്റലിജൻസ്, എൻഫോഴ്സ്മെന്റ് പ്രൊവിഷൻ ഓഫ് കസ്റ്റംസ് ആക്ട്, കസ്റ്റംസ്, റവന്യൂസ്, മിനിസ്ട്രി ഓഫ് ഫിനാൻസ് അല്ലെ? റവന്യൂ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ, മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. മാച്ചിങ് ആണോ? മൂന്നും മാച്ചിങ് ആണ്. ആൻസർ എന്തായിരിക്കും? കൊടുക്കുക. ഓക്കെ, സോ മൂന്നും മാച്ചിങ് ആയിട്ടാണ് വരിക. ഇപ്പൊ ആരാ വന്നത്? ഒരാളോട് വന്നത്. ഒരു മിനിറ്റ്, പോയാ? ഓക്കെ, മാക്സിമം നിങ്ങൾ നേരത്തെ തന്നെ വരാൻ നോക്കട്ടെ എല്ലാരും. ഓക്കെ, ഇനി ഇതൊന്ന് നോക്കിക്കേ. 13th ക്വസ്റ്റ്യൻ. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന ടെക്നിക്ക് എന്തായിരിക്കും? വേർഡ് എക്സ്പാൻഡ് ചെയ്യുക. ഓരോ സ്ഥലത്തുള്ള വേർഡ് വെച്ചിട്ട് ആ വേർഡുമായി റിലേറ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കൂ. എല്ലാം ഓർഗനൈസേഷൻ ആണ്. ഇനി ചിലപ്പോൾ നിങ്ങൾ ഈ ഓർഗനൈസേഷനെ ഒന്നും, ഞാൻ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചില സമയത്ത് അതെന്താ ഞാൻ ഇപ്പൊ പറഞ്ഞില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഇൻവേസീവ് സ്പീഷീസ് സ്പെഷ്യലിസ്റ്റ് ഗ്രൂപ്പ് ബ്രാക്കറ്റിൽ that develops a global invasive species database, okay, belongs to which one of the following organization? ഒരു ഡാറ്റ, ഇൻവേസീവ് സ്പീഷീസിന്റെ ഡാറ്റ ഉണ്ടാക്കുന്ന ടീംസ് ആണ്. ഫസ്റ്റ് ഓപ്ഷൻ ദി ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഫോർ നേച്ചർ. സെക്കൻഡ് ഓപ്ഷൻ ദി യുണൈറ്റഡ് നാഷൻ എൻവയോൺമെന്റ് പ്രോഗ്രാം. തേർഡ് ഓപ്ഷൻ ദ യുണൈറ്റഡ് നാഷൻ വേൾഡ് കമ്മീഷൻ ഫോർ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്. ഫോർത്ത് ഓപ്ഷൻ ദ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ ദി നേച്ചർ. ആൻസർ കിട്ടിയവരൊന്ന് തംസപ്പ് വരുമോ? മീൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയവര്? മഞ്ജു, തനൂജ,
3 പേര്. ബാക്കിയുള്ളവര് കിട്ടിയൊരു തംസപ്പ് വരുമോ? മേഘ കിട്ടി. വെരി ഗുഡ്. ഓക്കെ. ഇൻവേസീവ് സ്പീഷീസ് സ്പെഷ്യലിസ്റ്റ് ഗ്രൂപ്പ് ദാറ്റ് ഡെവലപ്സ് എ ഗ്ലോബൽ ഇൻവേസീവ് സ്പീഷീസ് ഡാറ്റാ ബാങ്ക്. ആദ്യം നമ്മൾ എന്ത് ചെയ്ത് നോക്കണം? ഇതൊക്കെ നോക്കിക്കേ, എക്സ്പാൻഡഡ് വേർഡുകൾ അല്ലേ? ഈ എക്സ്പാൻഡഡ് വേർഡുകൾ നമ്മൾ പൊതുവെ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, അതിനൊക്കെ ഒന്ന് ചെറുതാക്കി നോക്കിക്കേ ആദ്യം. ഞാൻ നേരത്തെ ഏതൊരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഏതോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ക്വസ്റ്റ്യൻ മറന്നുപോയി. അന്നേരം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ചെറുതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടി നോക്കും എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഏതായിരുന്നു ഇൻസ്റ്റിറ്റ്യൂഷൻ? ഞാൻ മറന്നുപോയി. RFID സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞത്. അതിന് RFID എന്നാണ് പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്. ഇനി ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷന്റെ ചെറിയ പേരെന്താ? IUCN എന്നാണ്. ഓക്കെ, കാരണം ഇത് നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യാറില്ല. വെറുതെ ഒന്ന് ഇതിനൊക്കെ നോക്കുക. യുണൈറ്റഡ് നാഷൻ UNEP എന്നാണ്. ഓക്കെ, ഇത് UNWCED എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ. ഓക്കെ, ഇത് തന്നെയാണ് ഇതിന്റെ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ അതിനെ വെറുതെ ചുരുക്കി നോക്കുന്നു കേട്ടോ. ഇത് സെയിം, ഇതും ശരിയാണെന്ന് എനിക്കറിയാം, പക്ഷെ ഇത് ശരിയാണെന്ന് എനിക്കറിയില്ല. ഇനി വേൾഡ് വൈഡ് ഫണ്ട് WWF ഫോർ നേച്ചർ. ഓക്കെ, ഇനി എന്നോട് ഇട്ട് നോക്കാം. ഓക്കെ, ഇത്രയാണ് നമുക്കുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇനി നിങ്ങൾക്ക് ഉത്തരം കിട്ടിയോ? നേരത്തെ ഉത്തരം കിട്ടാത്തവർക്ക് ഇപ്പൊ ഉത്തരം കിട്ടിയവരുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് തംസപ്പ് തന്നെ. നേരത്തെ കിട്ടിയില്ല, പക്ഷെ ഇപ്പൊ കിട്ടി ചെറുതാക്കിയപ്പോ. ഓക്കെ, ഇത് നിങ്ങൾ ഏതൊക്കെ എലിമിനേറ്റ് ചെയ്യും? ഏതൊക്കെ നിങ്ങൾ എലിമിനേറ്റ് ചെയ്യും? ആരും ഒന്നും പറയുന്നില്ലേ? ഓക്കെ, CD BCD എല്ലാവരും എലിമിനേറ്റ് ചെയ്യും. CD എലിമിനേറ്റ് ചെയ്യും, BD എലിമിനേറ്റ് ചെയ്യും, DB എലിമിനേറ്റ് ചെയ്യും. ഓക്കെ സർ, സീറോ നോളജിലാണെങ്കിൽ പെട്ടെന്ന് CD ആണ് എലിമിനേറ്റ് ചെയ്യാൻ തോന്നുന്നത്. പിന്നെ അറിയുന്നവരാണെങ്കിൽ IUCN സ്റ്റാറ്റസ് നിങ്ങൾ BCD എലിമിനേറ്റ് ചെയ്യുന്നു അല്ലേ? സീറോ നോളജ് ആണെങ്കിൽ. അല്ലാതെ വേർഡ് എക്സ്പാൻഡിങ് ആണെങ്കിൽ പറ്റുന്നുണ്ട്. നോക്കിക്കേ, വേർഡ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇതിനകത്തെല്ലാം സ്പീഷ്യസിനെ പറ്റി പറയും. ഇൻവേസീവ് സ്പീഷ്യസ് സ്പെഷ്യലിസ്റ്റ് ഗ്രൂപ്പ് ദാറ്റ് ഡെവലപ്പ് എ ഗ്ലോബൽ ഇൻവേസീവ് സ്പീഷ്യസ് ഡാറ്റാബേസ്. സ്പീഷ്യസിനെ പറ്റി ഡാറ്റാബേസ് ഉണ്ടാക്കുന്നത് ആരാ എന്നുള്ളതല്ലേ ബേസിക്കലി ചോദിക്കുന്നത്. സ്പീഷ്യസിനെ പറ്റി നമ്മളോട് എപ്പോഴും സംസാരിച്ച് നമുക്ക് എപ്പോഴും സ്പീഷ്യസ് UNEP കുറെ ഉണ്ട്. സ്പെസിഫൈഡ് ആണോ, ജനറൽ ആണോ, സ്പെസിഫിക് ആണോ? UNEP ഇത് വളരെ ഫസ്റ്റ് കാര്യം, ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ജനറൽ കാര്യത്തെ പറ്റിയാണോ ഒരു സ്പെസിഫിക് കാര്യത്തെ പറ്റിയാണോ? അയ്യോ, ഇതിൽ ഏതിനെ പറ്റി ജനറൽ എന്ന് പറഞ്ഞാൽ ഇത് സ്പെസിഫിക് അല്ലേ? സ്പീഷ്യസിനെ പറ്റി മാത്രം ചോദിക്കുന്നുള്ളൂ. UNEP ജനറൽ ആണോ സ്പെസിഫിക് ആണോ? UNEP ജനറൽ അല്ലേ? ജനറൽ ആയുള്ള സാധനം. ഓക്കെ, ഞാൻ പറയുന്നത് നിങ്ങൾ സാമിന്റെ തമ്മിൽ ടൈം മിസ്മാച്ച് ഉള്ളത് കൊണ്ടാണ് ഈ പ്രശ്നം സംഭവിക്കുന്നത്. അപ്പൊ ആരും ഉദ്ദേശിച്ചത് ഇത് ക്വസ്റ്റ്യൻ സ്പെസിഫിക്കും, മേഘ ഉദ്ദേശിച്ചത് ഇത് ജനറലുമാണ്. അപ്പൊ ഞാൻ അവിടെ എത്തിപ്പോയി. ഓക്കെ, കറക്റ്റ്. അപ്പൊ ബേസിക്കലി ഇതാണ്. അപ്പം UNEP വിട്ടുകളഞ്ഞു. യുണൈറ്റഡ് നാഷൻ വേൾഡ് കമ്മീഷൻ ഫോർ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് വേൾഡ് കമ്മീഷൻസ് ഒക്കെ പറയാം. നമുക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് എപ്പോഴും സ്പീഷ്യസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു ഓർഗനൈസേഷൻ ഏതാ? ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. ഏതാ? സ്പീഷ്യസ് പറഞ്ഞാൽ നമ്മൾ ആ വേൾഡ് ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി പറയും. IUCN റെഡ് ബുക്ക്. IUCNലാണ് നമ്മൾ എൻഡേഞ്ചേർഡ്, ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷ്യസിനെ പറ്റി നോക്കുന്നത്. IUCN ആണ് ഇന്റർനാഷണൽ ട്രേഡ്. ഇപ്പം ബേസിക്കലി ട്രേഡിന്റെ കാര്യത്തിൽ സ്പീഷ്യസിന്റെ സ്ഥാനത്തിൽ ട്രേഡിന്റെ ഓർഗനൈസേഷൻസിൽ അവരുണ്ടാവും. ഇങ്ങനെ ബന്ധപ്പെടുന്ന, അതായത് സ്പീഷ്യസുമായി ബന്ധപ്പെടുന്ന മിക്ക ഓർഗനൈസേഷനിലും IUCN ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ട്രാഫിക് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതായത് മൃഗങ്ങളുടെയൊക്കെ സാധനങ്ങൾ ഇതാക്കുന്നത്. അതിന്റെ അണ്ടറിൽ IUCN അതിനകത്ത് ഒരു പാർട്ടിയാണ്. സ്പീഷ്യസുമായി ബന്ധപ്പെടുന്ന സാധനങ്ങൾ. ഓക്കെ, സ്പീഷ്യസ് ഇവിടെ നോക്കിക്കേ, കൺസർവേഷൻ ഓഫ് ഇൻവേസീവ് സ്പീഷ്യസിന്റെ ഏതാ ലിസ്റ്റ് എടുക്കുന്നു. നമ്മളതിൽ ഏറ്റവും കൂടുതൽ സ്പീഷ്യസിന്റെ ലിസ്റ്റ് ഉള്ളത് IUCN കയ്യിലാണ്. അപ്പൊ ഇവർ തന്നെ ആയിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഇൻവേസീവ് സ്പീഷ്യസിന്റെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഏറ്റവും റിലേറ്റഡ് ഓപ്ഷൻ ഏതാണ്? A ആണ്. ബാക്കി എല്ലാം എന്താണ്, ഭയങ്കര ജനറൽ ഓപ്ഷൻസും ആണ് കിടക്കുന്നത്. പക്ഷെ ഇവിടെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം A ആണ് ഉത്തരം. ഇനി അതല്ല അറിയില്ലെങ്കിലും വളരെ ജനറൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് Aയിലേക്ക് എത്താവുന്നതാണ് കേട്ടോ. ഇതൊന്ന് ചെയ്ത് നോക്കിക്കേ. ഇതിനകത്ത് നിങ്ങൾക്ക് ജനറൽ ആയിട്ട് കിട്ടുന്ന വേർഡ്സ് തമ്മിൽ എന്ത് ചെയ്യുക, ഒന്ന് ലിങ്ക് ചെയ്ത് നോക്കുക. അതിന്റെ വേർഡ് എക്സ്പാൻഷൻ എന്താണെന്നുള്ളതൊക്കെ ഒന്ന് നോക്കി നോക്കുക കേട്ടോ.
കൃത്യമായിട്ട് വായിക്കുക, വേർഡ് എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. ഓക്കെ, കൃത്യമായിട്ട് വായിക്കുക. വേർഡ് എക്സ്പാൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ല, പക്ഷെ ഇതിനെ സ്റ്റേറ്റ്മെന്റുകളിൽ ഇതിന് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ല. ഇത് നിങ്ങൾ എവിടെയൊക്കെ ഒരു സാധനത്തിൽ നിങ്ങൾ ലൈഫിൽ ഉപയോഗിച്ചിട്ടുണ്ടാവും, എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിനകത്ത് കൊടുക്കുന്ന സാധനവും ഇതൊക്കെ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടോന്നൊക്കെ വെറുതെ ഒന്ന് വായിച്ചു നോക്ക്. ഇനി അതല്ല, ഇതൊന്നും അറിയില്ല എന്നുണ്ടെങ്കിലും ഇതിനകത്തുള്ള ഏറ്റവും മോശമായ സ്റ്റേറ്റ്മെന്റുകളേക്ക് ഒന്ന് എടുത്തു നോക്ക്. ഓക്കെ, ക്വസ്റ്റ്യൻ എല്ലാവരും പ്രോപ്പർ ആയിട്ട് വായിച്ചു, ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കിയല്ലോ. ഇനി ഞാൻ ഒന്ന് ക്വസ്റ്റ്യൻ വായിക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇൻ ദ റെസ്പെക്ട് ഓഫ് RTGS ആൻഡ് നെഫ്റ്റ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, in RTGS the settlement is instantaneous, and while in the case of NEFT it takes some time to settle the payment. Second options, RTGS customer charged for inward transaction, while that is not the case for NEFT. Operating hours for RTGS are restricted on certain days, while this is not true for NEFT. Okay. ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് ഒരെണ്ണം ഒറ്റയ്ക്ക് വരെ ശരിയാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അറ്റ്ലീസ്റ്റ് 1 ശരി എന്നുള്ളൊരു രീതിയിൽ എത്താൻ പറ്റുള്ളൂ ഇവിടെ നമുക്ക്. അത് ഇച്ചിരി റിസ്കിയാണ് അല്ലെ? പക്ഷെ എന്താണ്, നമ്മൾ വളരെ ശ്രദ്ധിച്ച് നമ്മൾ നോക്കി വായിക്കുക, വളരെ ശ്രദ്ധിച്ച് വായിക്കുക. കിട്ടിയോ? 10 സെക്കൻഡ് കൂടി നിങ്ങൾക്ക് ഇനി സമയമുള്ളൂ. അതിനു മുമ്പിൽ ഫസ്റ്റ് എലിമിനേറ്റ് ചെയ്യേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കണ്ടെത്തണം കേട്ടോ. ഇത്രയും നേരമായി, 10 സെക്കൻഡ് കൂടി ഉണ്ട്, ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടെത്തണം. ഞാൻ നിങ്ങളൊരു കംഫോർട്ട് സോൺ ഇച്ചിരി കളയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കുറെ സമയം എടുത്ത് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് അറ്റൻഡ് ചെയ്തിട്ട് കാര്യമില്ല. എലിമിനേഷൻ കുറച്ച് ഫാസ്റ്റ് ആവണം. ഇപ്പൊ നമ്മൾ ഏകദേശം കുറെ ടെക്നിക്ക് പഠിച്ചു. ഈ കഴിഞ്ഞ ഒരു 7 ദിവസമായിട്ട് നമ്മളൊരു കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തു, 100 ക്വസ്റ്റ്യന്റെ മുകളിൽ ചെയ്തു. ഇനി നമുക്ക് കുറച്ച് ഫാസ്റ്റ് ആവാം. ഓക്കെ, റെഡി? ഏതെങ്കിലും കിട്ടിയോ? എലിമിനേറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് കിട്ടിയോ? ഏത് സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യും എന്നുള്ളത് പറഞ്ഞേ. ഇതിനകത്ത് ഏറ്റവും ബ്ലണ്ടർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ നോക്കി. ഏറ്റവും ബ്ലണ്ടർ സ്റ്റേറ്റ്മെന്റ്. ഓരോ വേർഡ് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇനി നിങ്ങൾ ഒരിക്കലും സ്റ്റക്ക് ആവരുത്. എവിടെ സ്റ്റക്ക് ആവരുത്? നിങ്ങൾക്ക് ഒരു സാധനം അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് പോയിട്ട് വീണ്ടും വീണ്ടും വായിക്കാതെ അതുമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വേറെ സ്റ്റേറ്റ്മെന്റുകളിലേക്ക് പോകാൻ നോക്കണം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഒന്നും അറിയില്ല, ഇതിനകത്ത് ബേസിക്കലി കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതെങ്കിലും ഉണ്ടോ നോക്കിക്കേ. കോൺഫ്ലിക്റ്റിംഗ് സ്റ്റേറ്റ്മെന്റ്സ്. മഞ്ജു പറയുന്നു കോൺട്രാഡി. എല്ലാ ടെക്നിക്കും അങ്ങ് ഉപയോഗിക്കുക തന്നെ. കിട്ടാത്തപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടെക്നിക്കുകൾ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പുതിയ ഫ്രഷ് ആയിട്ട് വീണ്ടും വീണ്ടും ക്വസ്റ്റിനെ കണ്ടുകൊണ്ടേയിരിക്കും. ഒരു സാധനത്തിന് ഒരു ഓപ്ഷനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ കിട്ടുന്നില്ല, അത് 2 പേർക്ക് ആകെ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോൺഫ്ലിക്റ്റിംഗ് സ്റ്റേറ്റ്മെന്റിലേക്ക് ആലോചിക്കുക. അപ്പൊ ഞാൻ പറയാതെ തന്നെ ഇനി അത് ആലോചിക്കണേ. അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകണം. അപ്പൊ 1ഉം 3ഉം കോൺഫ്ലിക്റ്റിംഗ് ആണ്, അത് ഉറപ്പല്ലേ? എന്തുകൊണ്ടാണ് 1ഉം 3ഉം കോൺഫ്ലിക്റ്റ് ആണെന്ന് പറയാൻ കാരണം, ഫസ്റ്റിൽ പറയുന്നു RTGS റിയൽ ടൈമിലാണ്, രണ്ടാമത്തിൽ പറയുന്നു RTGS അങ്ങനെ എല്ലാ സമയത്തും കിട്ടൂല, വല്ലപ്പോഴൊക്കെ കിട്ടുള്ളൂ എന്ന് പറയുന്നു. ഓക്കെ, ടൈം ഈസ് ഇന്റൻസിലി, അപ്പൊ തന്നെയാന്ന് പറയുന്നു. ഇവിടെ പറയുന്നു അപ്പൊ തന്നെ അല്ല, കുറച്ച് സമയമൊക്കെ എടുക്കും എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഒന്നിച്ചൊരിക്കലും ശരിയാവില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി അതല്ലാതെ തന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യാൻ ഇനിയും റീസൺ ഉണ്ട്. വെറുതെ ആ റീസൺ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 1ഓ 2ഓ തെറ്റ്. ഇനി ഈ 2എണ്ണത്തിൽ ഏറ്റവും മോശപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആലോചിച്ച് നോക്കിക്കേ. ഇതിനെപ്പറ്റി നമുക്ക് ആർക്കും അറിയില്ലല്ലോ. RTGS നെഫ്റ്റ് എന്താണെന്ന് അറിയില്ല. ഇത് എന്തുമായി റിലേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അത് ആദ്യം മനസ്സിലാക്കിയോ? അതിലേക്ക് ആദ്യം പോയി ഇതിന്റെ മേലേക്ക് പോവാം. ആദ്യം എന്താന്ന്, എന്തുമായി റിലേറ്റ് ചെയ്യുന്നതാണ് ഇതൊക്കെ? എന്തുമായി റിലേറ്റ് ചെയ്യുന്ന ടേംസ് ആയിരിക്കും? അതിന്റെ മേലോട്ടൊന്ന് പോയിക്കേ. ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സാധനമാണ്. ഫണ്ട് ട്രാൻസ്ഫർ ആണെന്ന് മനസ്സിലായി. ക്വസ്റ്റ്യൻ ഈസ് അബൌട്ട് ഫണ്ട് ട്രാൻസ്ഫർ. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഒരു ബാങ്കിൽ ഒരാൾ ഒരു ആപ്പ് ഉണ്ടാക്കുന്നു, ഒരു ടെക്നിക്ക് ഉണ്ടാക്കുന്നു ബാങ്ക്, അത് ഇന്നത്തെ കാലത്ത്. എന്നിട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം, ടെക്നോളജിക്ക് എന്തൊക്കെ പോസിബിൾ ആണ്. എന്നിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഒന്ന് സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് ഏറ്റവും മോശപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ഏതാ?
ഇതിലും മോശപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ഇതിനകത്ത് ഓർമ്മ ഉണ്ട്, അത് ഞാൻ ഇപ്പൊ തൊടുന്നില്ല. നിങ്ങൾ ആദ്യം ഞാൻ കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ പോകുന്നതുകൊണ്ട് നമ്മൾ ഈ ടെക്നിക്ക് വഴി പോകുന്നതുകൊണ്ട് അതിനെ തൊടുന്നില്ല. അതല്ലാതെ എലിമിനേറ്റ് ചെയ്യാനുണ്ട്. പോട്ടെ. ഫണ്ട് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടിട്ട് നോക്കിക്കേ, ഞാനൊരു ടെക്നോളജി ഉണ്ടാക്കിയിട്ട് ആ ടെക്നോളജി കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾക്ക് കിട്ടില്ല, കുറച്ച് ദിവസമേ ഉള്ളൂ. ആഴ്ചയിൽ 5 ദിവസം നിങ്ങൾക്ക് RTGS വെച്ചിട്ടോ അല്ലെങ്കിൽ നെഫ്റ്റ് വെച്ചോ ട്രാൻസാക്ഷൻ നടത്താം. അതായത് റെസ്ട്രിക്റ്റഡ് ഓൺ സർട്ടൻ ഡേയ്സ് വൈൽ ദിസ് ഈസ് നോട്ട് ട്രൂ ഫോർ നെഫ്റ്റ് എന്നല്ല പറയുന്നത്. ഈ കോൺട്രാഡിക്ടറി ഇല്ല എങ്കിൽ പോലും ഫണ്ട് ട്രാൻസ്ഫർ ചില ദിവസം നടത്താൻ പറ്റും, ചില ദിവസം പറ്റില്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കുന്നുണ്ടോ? ടെക്നോളജി അല്ലേ? അത് എലിമിനേറ്റ് ചെയ്തൂടെ? ഓക്കെ, എലിമിനേറ്റ് ചെയ്യാം. അങ്ങനെയും എലിമിനേറ്റ് ചെയ്യാം. ഇത് പല മെത്തേഡ് ഉണ്ട്. 1 and 3 കോൺട്രാഡിക്ടറി ആയതുകൊണ്ട് 1 and 3 ഒരെണ്ണത്തിന് നമുക്ക് എന്ത് ചെയ്യാം, ഇത് രണ്ടിലും കോൺഫ്ലിക്റ്റിംഗ് ആണ്. അതിൽ തന്നെ ഇതിൽ ഏത് തെറ്റെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നമ്മൾ ഇത് എലിമിനേറ്റ് ചെയ്തുള്ളൂ. പക്ഷെ ഇതിൽ ഏതാണ് ഏറ്റവും മോശപ്പെട്ട സ്റ്റേറ്റ്മെന്റ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ നോക്കുമ്പോൾ ഇതെന്താണ്, ടെക്നോളജിക്കലി ബാങ്കുമായി റിലേറ്റ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ ഒരിക്കലും സംഭവിക്കാനുള്ള ചാൻസസ് ഇല്ല എന്നുള്ളതാണ്. ഇനി ഏത് എലിമിനേറ്റ് ചെയ്യും? ഇനിയും ഒരു വേഴ്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അല്ലേ? is actually making the advancement in banking transfers. Okay. സ്പീഡ് കൂട്ടാന്നുള്ള ഉദ്ദേശിച്ചതാ സർ. ഓക്കെ, അങ്ങനെ ഞാൻ വിചാരിച്ചത് എന്താ സാധനം, എനിക്ക് മനസ്സിലായില്ല. അതിന്റെ ഒന്നും ആവശ്യമില്ല, സ്പീഡ് കൂട്ടാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അല്ല, അങ്ങനെയല്ല. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അറിയാതെ പറഞ്ഞു, ബാക്കി എല്ലാവർക്കും കിട്ടിയല്ലോ അല്ലെ? എന്താ അവിടുത്തെ പ്രശ്നം? എന്താ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിന്റെ പ്രശ്നം എന്താ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞാൻ നിങ്ങൾക്ക് ഗൂഗിൾ പേയിൽ പൈസ ഇട്ടു, എന്നിട്ട് അതിനൊരു ചാർജ് ചെയ്യാണ്. ആരെ ചാർജ് ചെയ്യുന്നത്? പൈസ ഇട്ടവനെ അല്ല, പൈസ കിട്ടിയവനെ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് 1 രൂപ അയച്ചിരുന്നു ഒരുത്തൻ. നിങ്ങൾക്ക് 1 രൂപ ഒരുത്തിന് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ 50 പൈസ പിടിക്കുന്നു. ഇത് എന്റെ നിന്നാണ് പിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മേക്ക് സെൻസ്. പക്ഷേ പൈസ കിട്ടുന്നവൻ എന്തിനാ പിടിക്കുന്നത്? അവൻ പൈസ ഇടാൻ പറഞ്ഞിട്ടില്ലല്ലോ, അപ്പൊ നഷ്ടമല്ലേ? അങ്ങനെ ഒരിക്കലും ഒരു സിസ്റ്റം വരുമോ അങ്ങനെ ഇൻവേർഡ് ട്രാൻസാക്ഷൻ? കാരണം ഇവിടെ വിൽ പവർ ഇല്ല, എനിക്ക് ബില്ലില്ല. കാരണം പൈസ വരുന്നത് എന്റെ കൺട്രോളിലല്ല, പൈസ ഇടുന്നത് എന്റെ കൺട്രോളിലല്ല. അപ്പം ഇൻവേർഡ് ട്രാൻസാക്ഷന് ചാർജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കൺട്രോളിൽ ഇല്ലാത്ത സാധനത്തിന് ഞാൻ എങ്ങനെ പൈസ കൊടുക്കും? ഒരിക്കലും വരില്ലല്ലോ. പൈസ കിട്ടുന്നതിന് ആരും പൈസ കൊടുക്കും, പൈസ ഇടുന്നതിന് പൈസ കൊടുക്കാന്ന് പറയാം. അപ്പൊ ഗൂഗിൾ പേ ATM 5 തവണ കൂടുതൽ വലിക്കുന്നവന് പൈസ എടുക്കാം എന്ന് പറയാം. അപ്പൊ ഇതാണ് ഇതിനകത്ത് ഏറ്റവും ബ്ലണ്ടർ സ്റ്റേറ്റ്മെന്റ്. ആക്ച്വലി ഇതാണ് ഏറ്റവും. ഇനി നമുക്ക് ഇത് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാന്ന് നിങ്ങൾ നോക്കിക്കോ. ബ്ലണ്ടർ സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി ഇതിനകത്ത് ആദ്യം എലിമിനേറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ്. കാരണം ഇൻവേർഡ് ട്രാൻസാക്ഷന് പൈസ കട്ട് ചെയ്തു. അങ്ങനെ ആകുമ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പോയി. ഇനി അപ്പൊ നമുക്ക് മനസ്സിലായി 1 or 3 ആണ് കിട്ടുള്ളൂ ഉത്തരം എന്ന് മനസ്സിലായി. ഇപ്പൊ കണ്ടോ, പെട്ടെന്ന് നമുക്ക് ഉത്തരത്തിൽ എത്താൻ പറ്റും. 1 or 3 ആണ്. അപ്പൊ 1 ഉം 3 എടുത്തു. 1 ഉം 3 നോക്കുമ്പോൾ കോൺട്രാഡിക്ടറി ആണ്. കോൺട്രാഡിക്ടറി ആയതുകൊണ്ട് തന്നെ ഇതിൽ 1 or 3 ശരിയാവുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, ഇതാണ് ഏറ്റവും ലോക്കൽ സ്റ്റേറ്റ്മെന്റ്, അതുകൊണ്ട് അതിനെ എലിമിനേറ്റ് ചെയ്തു ആൻസറിലേക്ക് വരാം. 1 മെത്തേഡ്. അതർവൈസ് എന്ത് ചെയ്യാം? ആദ്യം തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയും ചിന്തിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? ഇതിനെ ഈ 3 ഉള്ളതിനെ എലിമിനേറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിനെ എലിമിനേറ്റ് ചെയ്താലും ഉത്തരം കിട്ടും. സോ ഐദർ വേ യു ക്യാൻ ഡു. ഇനി RTGS എന്ന് പറഞ്ഞതിന്റെ എന്തെങ്കിലും ഒരു എക്സ്പാൻഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? സ്വയം വെറുതെ നിങ്ങൾക്ക് അറിയില്ലെങ്കിലും എന്തെങ്കിലും ഒരു വേർഡ് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? R എന്ന് പറഞ്ഞത് റിയൽ ടൈം. യെസ്, ഇൻസ്റ്റന്റേനിയൽ ടൈം എന്ന് കണ്ടു. അപ്പൊ ഈ ടൈം ആകുമ്പോൾ ഇവിടെ അതിന് വേർഡ് ഇടാനുള്ള കാരണം എന്താണ്? അപ്പൊ അത് റിയൽ ടൈം ആവാം എന്നുള്ളത് വേണേ വെറുതെ ചിന്തിച്ചു നോക്കാം. ഓക്കെ, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ്. നെഫ്റ്റോ? നെറ്റ് ഇലക്ട്രിക് ഫണ്ട് ട്രാൻസ്ഫർ. ഓക്കെ, ഏതാണ് ഇതിനകത്ത് ഇമ്മീഡിയറ്റ്ലി പൈസ പോവുക? ഇതൊന്നും നിങ്ങൾക്ക് അറിയേണ്ടതല്ല, ഉത്തരം A ആണ്. ഏതാണ് ഇമ്മീഡിയറ്റ്ലി പൈസ കിട്ടുക? ഇമ്മീഡിയറ്റ്ലി പൈസ കിട്ടണമെങ്കിൽ ഇമ്മീഡിയറ്റ് സെറ്റിൽമെന്റ് RTGS ആണ്. ഇതെന്താണ്? ഓരോ ബ്ലോക്കുകളായിട്ടാണ് സെറ്റിൽ ചെയ്യുക. ഓക്കെ, പക്ഷെ RTGS ചെയ്യുന്നതിന് നിങ്ങൾ പൈസ RTGS വഴി ചെയ്യുമ്പോൾ പൈസ അയക്കുന്ന ആളേന്ന് ഒരു ചാർജ് ഈടാക്കും. ഇത് ഫ്രീ ആണ്. ദിസ് ഇസ് അപ് ടു 2 lakh ചെയ്യാം, പക്ഷെ ഒരു ചെറിയ ചാർജ് ഈടാക്കും. ഓക്കെ, ദാറ്റ്സ് വൈ. പക്ഷെ അതൊന്നും അറിയേണ്ട കാര്യമില്ല, ആൻസർ കിട്ടും. വെറുതെ നമ്മൾ അതൊന്നും പഠിക്കേണ്ട കാര്യം പോലും ഇല്ല. ഇത് സിമ്പിൾ ആണ്. ഇതൊക്കെയാണ് നമ്മൾ ഒരു 30 സെക്കൻഡിൽ താഴെ ചെയ്തിട്ട് നമ്മൾ പെട്ടെന്ന് ടൈം ചെയ്യേണ്ട ക്വസ്റ്റ്യൻ. 30 seconds ടൈം. ഓക്കെ, ടൈം സ്റ്റാർട്ട് നൗ.
കിട്ടിയൊരു തംസപ്പ് ഇട്ടോ കേട്ടോ. വെരി ഗുഡ് 30 സെക്കൻഡിന് താഴെ തന്നെ കിട്ടുന്നു. യെസ് 30 സെക്കൻഡ് ആയി. ഓക്കെ, ഉത്തരം എന്താണ് ഇതിനകത്ത്? ഡയറക്റ്റ് ആയിട്ട് ഉത്തരം പെട്ടെന്ന് കിട്ടും. അത് 2 ടീം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. RBI അല്ലാത്ത കിട്ടിയവർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോ, നമുക്ക് നോക്കാലോ. ഇവിടെ പ്രൈസ് സ്റ്റെബിലിറ്റി എന്ന് മാത്രം പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ആയി പോനെ. പക്ഷെ നോക്കി, കൺട്രോളിങ് ഇൻഫ്ലേഷൻ മാത്രം നോക്കിയാൽ മതി. ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്ന ഡ്യൂട്ടി ആർക്കാണ്? റിസർവ് ബാങ്കിനാണ്. എന്തിനാണ് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്നത്? പ്രൈസ് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട്. സോ പ്രൈസ് സ്റ്റെബിലിറ്റി ആൻഡ് കൺട്രോളിങ് ഇൻഫ്ലേഷൻ 2 വേർഡുകൾ ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. അറിയാത്തൊരു ശ്രദ്ധിക്കുക. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റെസ്പെക്ട് മെയിൻറ്റെയിനിങ് പ്രൈസ് സ്റ്റെബിലിറ്റി ഉണ്ട്, ഇൻഫ്ലേഷൻ ഉണ്ട്. അപ്പൊ രണ്ടും വരുന്ന ഒരു സാധനം വരണം. കൺസ്യൂമർ അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൈസ് സ്റ്റെബിലിറ്റി എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷെ അതല്ല. എക്സ്പെൻഡിച്ചർ മാനേജ്മെന്റ് കമ്മീഷൻ ഒരിക്കലും എക്സ്പെൻഡിച്ചർ മാനേജ്മെന്റ് കമ്മീഷൻ പ്രൈസിനെ അല്ലല്ലോ, എക്സ്പെൻഡിച്ചറിനെ അല്ലേ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അത് ബന്ധപ്പെട്ട് ഇല്ല. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് ഡെവലപ്മെന്റ് കൗൺസിൽ FSDC അതെന്താണ് ബേസിക്കലി ചെയ്യുന്നത്? അത് ശരിക്കും ഫിനാൻസ് അല്ലെ ഡെവലപ്പ് ചെയ്യാനുള്ള എന്തെങ്കിലും ആയിരിക്കില്ലേ? പ്രൈസ് അല്ലല്ലോ, റിസർവ് ബാങ്ക് മാത്രമേ ഉള്ളൂ. വേർഡ് എക്സ്പാൻഡ് ചെയ്താൽ തന്നെ ഉത്തരം കിട്ടും. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഇതൊന്ന് ചെയ്ത് നോക്കിക്കേ. വീണ്ടും നിങ്ങൾ ആ ഫംഗ്ഷൻ മാൻഡേറ്റ്, വേർഡ് എക്സ്പാൻഷൻ എല്ലാത്തിലും നോക്കുക. ഓരോത്തിന്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് ചിന്തിക്കുക. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചിന്തിക്കുക. ഓരോ ഓർഗന്റെ ഫംഗ്ഷൻ എന്താ ചിന്തിക്കുക. അതുമായി റിലേറ്റ് ചെയ്യുമ്പോൾ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് ഈസ്. ഓക്കെ, ഒരാൾക്ക് കിട്ടി, 2ആൾക്ക് കിട്ടി, 3ആൾക്ക് കിട്ടി. ആൻസർ കിട്ടലല്ല കേട്ടോ, എലിമിനേറ്റ് ചെയ്ത് തന്നെ ആൻസർ വരണം. ചിലപ്പോൾ ആൻസർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. എലിമിനേറ്റ് ചെയ്ത് തന്നെ വരണം കേട്ടോ. ക്വസ്റ്റ്യൻ വായിക്കാം. ഇഫ് ട്രെയിൻ ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ആർ ലെങ്ത്സ് ഓഫ് ദി എർത്ത്, then surely wetland function as its kitty. Which one of the following functions of wetland best reflect the above statement? അപ്പം റെയിൻ ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ ആയിരുന്നു ലെങ്സ് ഓഫ് ദി എർത്ത്. ലെങ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ശ്വസിക്കാൻ എയർ അല്ലെ, പ്യൂരിഫൈ. ഇനി നമ്മുടെ കിഡ്നി എന്താ ചെയ്യുന്നത്? വാട്ടർ പ്യൂരിഫിക്കേഷൻ, വാട്ടറിലുള്ള അല്ലെ സാധനങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക, വാട്ടർ പ്യൂരിഫൈ ചെയ്യുക എന്നുള്ളതാണ് കിഡ്നിന്റെ ഫംഗ്ഷൻ അല്ലെ. അങ്ങനെയാണെങ്കിൽ ബേസിക്കലി ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുക, അങ്ങനെ ബേസിക്കലി പ്യൂരിഫിക്കേഷൻ ഫംഗ്ഷൻ അല്ലേ കിഡ്നി ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ പ്യൂരിഫിക്കേഷൻ ഫംഗ്ഷൻ പറയുന്നത് എന്താ നോക്കിക്കേ. ദ വാട്ടർ സൈക്കിൾ ഇൻ വെറ്റ്ലാൻഡ്സ് ഇൻവോൾവ് സർഫേസ് ഓഫ് ദി റൺ ഓഫ് എന്നാണ് പറയുന്നത് അല്ലെ. ബേസിക്കലി എന്താണ്? വാട്ടർ cycle in wetlands involves surface runoff, subsoil pre-location and evaporation. Okay. Second statement പറയുന്നത് എന്താ? B, algae form the nutrient base upon which fish, crustaceans and mollusks, birds and reptile mammals thrive. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഫിൽറ്ററിംഗ് ഫംഗ്ഷൻ അല്ലേ വേണ്ടേ. സോ വെറ്റ്ലാൻഡ്സ് പ്ലേ എ വൈറ്റൽ റോൾ ഇൻ ദ മെയിൻറ്റെയിനിങ് സെഡിമെന്റേഷൻ ആൻഡ് ബാലൻസ് ഇൻ സോയിൽ സ്റ്റെബിലൈസേഷൻ. സെഡിമെന്റ് ബാലൻസ് ചെയ്യുന്ന പറയുന്നത്. 4ാമത്തെ നോക്കിക്കേ. അക്വാട്ടിക് പ്ലാന്റ്സ് അബ്സോർബ് ഹെവി മെറ്റൽസ് ആൻഡ് എക്സസ് ന്യൂട്രിയന്റ്. ഇതിനകത്ത് ഫിൽറ്റർ ചെയ്യുന്ന എന്താണ്? ഡി ആണ് ഓപ്ഷൻസ്. ഡി കിട്ടിയോ? ഡി കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഡി കിട്ടിയൊരു തംസപ്പ് തന്നെ. ഡയറക്റ്റ് ആയിട്ട് ഉത്തരത്തിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. അതിന്റെ കിഡ്നീന്റെ ഫംഗ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയൊന്നും കിഡ്നീന്റെ ഫംഗ്ഷൻസ് അല്ല, വെറുതെ കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോയിൽ റൺ ഓഫിനെ പറ്റി, സോയിൽ റൺ ഓഫ് ചെയ്യുന്ന വേരുകൾ ഒക്കെ അല്ലേ സോയിൽ നോക്കാൻ, കിഡ്നി അല്ലല്ലോ. ആൽഗ ഉണ്ടാവും, അതിനകത്ത് ചെടി ഉണ്ടാവും, ബേർഡ്സ്, ഇതൊരു എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്ന പറയുന്നത് കിഡ്നി അല്ല. വെറ്റ്ലാൻഡ് പ്ലേസ് എ പ്ലേ റോൾ ഇൻ മെയിൻറ്റെയിനിങ് സെഡിമെന്റ്സ് ബാലൻസ്. സെഡിമെന്റ്സ് കിഡ്നിയിൽ വന്നു കഴിഞ്ഞാൽ കിഡ്നി സ്റ്റോൺ പിടിക്കും. ഓക്കെ, പ്രശ്നമാണത്. അത് കിഡ്നിയുടെ ഫംഗ്ഷൻ അല്ല. ഓക്കെ, ദെൻ ബേസിക്കലി ഇതാണ്. ഇതൊന്ന് ചെയ്ത് നോക്കിക്കേ. ഇതിനകത്ത് എന്താ പ്രശ്നം? ഫംഗ്ഷൻ മാൻഡേറ്റ് തന്നെ വെച്ച് നോക്ക്. ഇതിനകത്ത് എന്താ പ്രശ്നം എന്ന് നോക്കിയേ.
ഓക്കെ, ഇതിനകത്ത് എന്തായിരുന്നു പ്രശ്നം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മായ, എന്താണ്? യൂണിസെഫ് ആണ് പ്രശ്നം അല്ലേ? എന്താണ് യൂണിസെഫിന്റെ പ്രോബ്ലം? എന്താണ് ഇവിടെ? യൂണിസെഫ് എന്തുമായി റിലേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാ? റൈറ്റ്, എല്ലാവർക്കും കിട്ടി. യൂണിസെഫ് ആണ് പ്രശ്നം. യൂണിസെഫ് എന്തുമായിട്ടുണ്ട്? ചിൽഡ്രൻസിന്റെ ആയിട്ട് വരുന്നത്. അതും മദർ ടങ് ലാംഗ്വേജും ഇന്റർനാഷണൽ മദർ ലാംഗ്വേജ് ഡേയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവും ഇല്ലല്ലോ. സോ ഓട്ടോമാറ്റിക്കലി ഇതിനെ എലിമിനേറ്റ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? യെസ്, പാകിസ്ഥാന്റെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എന്തുകൊണ്ട് അവിടെ ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ ബംഗ്ല എന്ന് പറയുന്ന ലാംഗ്വേജ് ബംഗ്ലാദേശാ. പക്ഷെ ഇതിനകത്ത് കൃത്യമായി പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഓഫ് പാകിസ്ഥാൻ എന്നാ പറഞ്ഞത്. എന്നായിരിക്കും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഓഫ് പാകിസ്ഥാൻ രൂപീകരിച്ച വർഷം നിങ്ങൾക്ക് അറിയണ്ട, പക്ഷെ ഏകദേശം ആ പീരീഡ് എന്നായിരിക്കും? UPSCക്ക് അറിയാം, നമുക്കതൊന്നും പഠിക്കേണ്ട കാര്യമില്ല എന്ന്. എന്നായിരിക്കും ഏകദേശം ഒരു ഇയർ പറ? എപ്പോഴാണ് പാകിസ്ഥാൻ ഇൻഡിപെൻഡൻസ് കിട്ടിയേ? ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് ഒരു ദിവസം മുമ്പാണ് ബേസിക്കലി പാകിസ്ഥാൻ ഇൻഡിപെൻഡൻസ് ഡേ അല്ലെ? അപ്പം ഇൻഡിപെൻഡൻസ് ഡേ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് കിട്ടുന്ന 1947. അപ്പൊ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ടാക്കുമ്പം അത് ഏകദേശം ഏത് സമയത്തേക്ക്? 1947 മുതൽ ഒരു പോട്ടെ ഒരു 50 വരെ എന്ന് വിചാരിച്ചൂടെ നമുക്ക്? ഇനി പെട്ടെന്ന് ആയില്ല എന്ന് വിചാരിച്ചിട്ട് 50 വരെ എന്ന് വിചാരിച്ചൂടെ? ഓക്കെ, ബംഗ്ലാദേശ് ആ സമയത്ത് ബംഗ്ലാദേശ് ഇല്ല, ഈസ്റ്റ് പാകിസ്ഥാനാണ്. ബംഗ്ലാദേശ് ആരുടെ കൂടെയാണുള്ളത്? പാകിസ്ഥാന്റെ കൂടെ. അപ്പൊ സ്വാഭാവികമായിട്ടും പാകിസ്ഥാന്റെ കൂടെ എന്ത് ചെയ്യുന്നു? ബേസിക്കലി ഇവര് പോവില്ലേ? ബംഗ്ല വേണമെന്ന് പറയില്ലേ? അപ്പൊ ആ ലാംഗ്വേജ് ബേസിക്കലി എന്താണ്? ആ സ്റ്റേറ്റ്മെന്റ് ശരി ആയിരിക്കും. ഓക്കെ, മനസ്സിലായ? ഫംഗ്ഷൻ വേണ്ട. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് നമുക്ക് ബേസിക്കലി നാളെ ചെയ്യാം. ഇത് മനസ്സിലായത്? കിട്ടിയോ?